കഴിഞ്ഞല്ലോ കുറച്ചുണ്ടായിരുന്നു. അത് നിസ്കരിച്ച് കഴിയുമ്പോൾ തീരൂല്ലേ? ശരിയാ, കുഴപ്പമില്ല. എന്തെങ്കിലും പുള്ളി പറഞ്ഞ പുള്ളിക്ക് റെഗുലർ ലൈസാണ് ഇഷ്ടമാണ് അൻസാറിന്. ഇതിൽ കഴിക്കണ്ടാവില്ല ശരിക്കും. ഒരു വർത്തായി തോന്നിയില്ലല്ലോ ഇത്. ഞാൻ മേടിച്ചല്ലേ ഇത്. എൻ്റെ ഫ്രണ്ട് മേടിച്ചിട്ട് പുള്ളിക്കാരി കഴിക്കത്തില്ല, നീ വേണമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞാൽ നോക്കി കേട്ടൊക്കെ വണ്ടി കിടക്കട്ടെ, വണ്ടി ഓടിക്കുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചാൽ US അപ്പുറത്തില്ലേ. ചെറിയ ബസ്. നല്ല രസമുണ്ടല്ലോ. ഏത് തീർന്നില്ലേ? പെട്ടെന്ന് തന്നെ. അതല്ല, കുപ്പി തരാനോ വെള്ളം. അഞ്ചർക്കൊക്കെ ഇത് ഇഷ്ടല്ലേ ഫ്ലവർ അല്ലേ? ഓ എന്തോ അങ്ങനെ ആർത്തിടാ. ഞാൻ അങ്ങനെ വിഷം അങ്ങനത്തെ പിടിക്കുന്നില്ല. ആഹാരം കാണാത്ത പൈസ കൊടുത്ത് വാങ്ങും. പൈസ പിടിച്ചു ആഗ്രഹം തോന്നി നമുക്ക് കഴിച്ചാൽ ഞാൻ വാങ്ങിക്കും. ഞാൻ പൈസ നോക്കൂല. പൈസ നമ്മള് കഷ്ടപ്പെടുന്നത് ഭക്ഷണം കഴിക്കാനാണ്. അത് പിശിക്ക് ഇത് നമ്മളെ നയാഗ്ര അല്ലല്ലോ, ഇത് ഡാമില്ലേ? നയാഗ്ര ഇപ്പൊ ഇവിടെ വീണ്ടും എങ്ങനെ? വെള്ളം മേളിൽ നിന്ന് താഴെ വീണ് കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് അവിടെ ഉള്ളവർക്ക് ഷട്ടറൊന്നുമില്ലടാ. ഷട്ടർ അടിയില്ല. അങ്ങനെ ഇങ്ങനെ പൊങ്ങി കാണില്ലേ? ആ വെള്ളം നേരെ അടിയിൽ പോയിട്ട് അടിയിൽ നിന്നാണ് വരുന്നത്. ഇത് ഡാമാണ്. പവർ പ്ലാന്റ് എന്ന് പറയും. ഡാം എന്ന് പറയുന്നേക്കാളും പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. നയാഗ്ര ഇപ്പോഴും അവിടെ അല്ലേ? നമ്മൾ കാണാത്തൊരു സ്പോട്ടായി. അങ്ങോട്ട് നടന്നാലോ? ഇവിടെ എന്താണല്ലേ നടന്നു പോകുന്നത്? വണ്ടി നടക്കാൻ പറ്റില്ല, വെക്കാൻ പറ്റില്ല. വണ്ടി മൂല്യം തന്നൊക്കെ ഭയങ്കര ആളായിരിക്കും ഇവിടെ അങ്ങനെ വലിയ കാര്യമില്ല. ഇവിടെ തൊട്ടും തിരക്കുണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും വിസ എടുത്താൽ ഉറപ്പായിട്ടും എല്ലാം. അത് USA അല്ലേ? ഇവിടുന്ന് ഒരു കമ്പനിയിൽ ഒരു സിപ്പ് ലൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ പോകാം. ഈ ബ്രോ വേറെ കേസ് അറിയാം ബ്രോ? ഈ സഡ്ബറി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് വില്ലേജ് സൈഡാണ്. അപ്പോൾ അവിടെ നിന്ന് തിയേറ്റർ ഒന്നുമില്ല. ഇവന്മാർ സിനിമയ്ക്ക് പോകണതെല്ലാം US-ലാണ് പോകുന്നത്. ബോർഡർ ക്രോസ് ചെയ്ത് പക്ഷെ അടുത്താണ് ഷോപ്പിൽ പോകണത് എല്ലാം. ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ്. വീട്ടിൽ വിസ എടുക്കുന്ന എന്തിനാന്ന് ചോദിക്കുമ്പോൾ ചിലവർ പറയുന്നത് ഞാൻ ഫിലിം കാണാൻ വേണ്ടി പോകുന്നു, എൻ്റെ തിയേറ്ററിൽ മിസ് കണ്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് എനിക്ക് കൾച്ചർ മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ തിയേറ്റർ പടമില്ല, എനിക്ക് അപ്പുറത്താണ് പടം, ഡീട്രോയിറ്റിലാണ് പടം. അതിന് വ്യത്യാസം അറിയാം ബ്രോ? എന്ന് വെച്ചാൽ ഒരു വൈബ് വന്നാ ജവഹറിന്റെ നേരത്തെ വൈബ് വരാത്ത എന്തായിരുന്നു അറിയാം? ഗാർഡൻ എല്ലാ സ്ഥലത്തും ഉള്ളതല്ലേ.
എനിക്ക് ഈ സ്ഥലം ബൊട്ടാനിക്കൽ ഗാർഡൻ. പക്ഷെ ഒന്നൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് അല്ലേ? ഇവിടെ ഒന്ന് വണ്ടി നിർത്തിക്കൂടാ കേട്ടോ. ഞാൻ മറ്റേ ഈ ഇതിലെ യുഎസിലൂടെ പോകാൻ പറ്റും നമുക്ക്. ബ്രുക്ലിൻ ബ്രിഡ്ജിന്റെ സംഭവം ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഡ്രോൺ ഇട്ട് എടുത്ത ഒരു ഇതുണ്ട്. ഒഫീഷ്യലി എടുത്താണ്, അവരെടുക്കാൻ പറ്റുന്നുള്ളൂ. അവരിങ്ങനെ കാണിക്കും, കാറിൽ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. പാലുണ്ട് സംഭവം അല്ലേ? പാലുണ്ടാക്കിയാൽ അത് വെക്കണം ആയിട്ടില്ല പാലം. ഈ ബ്രിഡ്ജ് US ബോർഡർ, രണ്ടാമത്തെ ബോർഡർ അത്. അത് എനിക്ക് വേണ്ട ബ്രോ. അല്ല ഇല്ല, ഇഷ്ടമല്ല. അതൊരു ക്ലോബാണ്, അത് ഫേമസ് ആയിട്ടുള്ള സാധനം. ഓ ഫോട്ടോ എടുത്തത് നല്ല പുല്ല. ഫ്ലോറൽ ക്ലോക്ക്. ഇതാണ് ലൈലാക് ഗാർഡൻ. അതെ, മേളിൽ നോക്കിയാ US ബ്രിഡ്ജാ. വണ്ടി USA ഇതായിരിക്കാം പോണേ. അങ്ങോട്ട് പോകണം. ഇല്ല പറ്റൂല, എവിടെ നിർത്തിക്കൂടെ എനിക്ക്. USA ബോർഡർ ഓഫീസാ. ബോർഡർ ഓഫീസ്. എക്സ്പീരിയൻസ് എന്താ അടിപൊളിയായി. ഇതാണ് പറയണത് വരണോന്നൊക്കെ. ഏതായാലും വന്ന മുതലായില്ലേ, നയാഗ്ര മാത്രല്ലാതെ. ഇതല്ല ബ്രോ, ഇനി നമ്മൾ എക്സ്പ്ലോർ എന്താ ഓഫീസ് ബോർഡർ. അപ്പൊ ഇതിലൂടെ ക്രോസ് ചെയ്യില്ല? ഇവിടുന്ന് വർക്ക് പെർമിറ്റ് അടിച്ചാൽ ഈ സ്ഥലമാണ്. ഇത് തന്നെ, അത് തന്നെ ബോർഡർ. അല്ല, നമ്മൾ വർക്ക് പെർമിറ്റ് ഹാൻഡ് ഓവർ ചെയ്യണത് അത് ഇതല്ല. അപ്പൊ അവിടെ സ്റ്റാച്ചു ഉണ്ടല്ലോ. US പോയി ആദ്യം പോകേണ്ടത് സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയാണ്. ഓരോരുത്തര് ഓരോന്നുണ്ടാക്കിയിട്ട് ഏത് നോക്കിയാ അപ്പുറത്ത് നോക്കിയാ ലെഫ്റ്റ് ചെയ്യോളൂ. ഇതൊക്കെ ഇത്രയും അടുത്ത് കാണാൻ പറ്റുവാണെങ്കിൽ അതിന് അവിടെ ബോർഡർ പോകണം. ഇതാണ് ബോർഡർ ഓഫീസ്. ടൊറന്റോ ലെഫ്റ്റ്. അതും ടൊറന്റോ USA. ലെഫ്റ്റ് കാണിക്കുന്നത് ടൊറന്റോ USA. അത് ടൊറന്റോ USA അല്ല. ടൊറന്റോ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഉണ്ടാവണ്ടാണല്ലോ ടൊറന്റോ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇങ്ങനെ പേരൊക്കെ അധികം സിമിലർ അല്ലേ? മെക്സിക്കോ ഒരു ബോർഡർ ഇല്ല ഇവിടെ. മെക്സിക്കോ ബോർഡർ. മെക്സിക്കോ എന്ന് പറയുന്നത് US-ന്റെ ബോർഡറാണ്. US ആണ് മെക്സിക്കോ കാനഡ ആയിട്ട് ഒരു ബോർഡർ ഷെയർ ചെയ്യുന്നത്. അത് നമ്മള് എൻ്റെ ഫോൺ കളിയാ. നല്ല എരിവുണ്ടല്ലേ? ആ വയസ്സായ ആൾ കുറെ നേരം നമ്മൾ വെള്ളം കൊടുക്കണോ? എന്ത് ആടാ വേറൊരു സ്ഥലം നമുക്ക് പോവാനുള്ള മറന്നു പോയിട്ടോ. ഏതാന്നറിയോ? ഒരു കേവ് ഉണ്ട് ഇവിടെ, വാവ്സോ കേവോ അങ്ങനെ എന്തൊരു പേരാണ്. അവിടെ പോയിണോ? കേവിന്റെ ഉള്ളിലൂടെ അങ്ങനെ ചിലപ്പോ. എടാ നിനക്ക് വാവ്സോ കേവോ അതറിയോ? പീറ്റർ ബ്രോയിലുള്ള വാവ്സോ കേവോ അങ്ങനെ എന്തൊരു പേരാ. അതായത് നമുക്ക് ഈ ഇതിന്റെ ഉള്ളിലൂടെ അങ്ങനെ കയറി ഇറങ്ങാൻ പറ്റും, ഇടുങ്ങിയ ഇതിലെ കേവിലൂടെ. ഈ ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ട് നമുക്ക് 4 പേരെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ഈ ബാക്ക്ഗ്രൗണ്ട് കിട്ടി അല്ലേ? ഈ ബാക്ക്ഗ്രൗണ്ട് കിട്ടി സെൽഫി ഇവിടുന്ന് ഇങ്ങോട്ട് അത് കിട്ടണം. ഏരിയ 500 മീറ്റർ വരെ എനിക്ക് പൊക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള കുറെ ഈ സാധനം നോക്കിയിട്ടേ ചെയ്യാം. നമ്മൾ എന്തേലും പണി കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പൊക്കിയപ്പോഴും ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു, ഒക്കെ പറഞ്ഞിട്ട് സീനുണ്ടായിരുന്നു. ഇവിടുന്നോ? ഞാൻ അത് നോക്കിയിട്ടാ ചെയ്ത.
അങ്ങോട്ടേക്കൊന്നും ചിലപ്പോൾ എടുക്കാൻ പറ്റുണ്ടാവില്ല അല്ലെ ആ സ്റ്റാച്ചു. അതൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഞാൻ എപ്പോഴും ഫ്ലൈ സോണ് അത്ര സേഫ് ആണെങ്കിൽ മാത്രമേ ഞാൻ ബുക്ക് ചെയ്യും. എനിക്ക് അറിഞ്ഞാത്ത ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നല്ലൊരു ടോപ്പിൽ ഫുള്ള് കറക്കും ഞാൻ. എന്നിട്ട് ഞാൻ ആ ഏരിയ മൊത്തം ഒന്ന് കാണും. അല്ല അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഏകദേശം കാണിക്കില്ലേ? പിന്നെ ഇത്ര കാണിക്കും, പക്ഷെ എന്തായിരുന്നാ പോലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വില ഉള്ള സാധനമല്ലേ. ഇതൊക്കെ ഒരു വട്ടം പോയിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കും എനിക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ നല്ലൊരു ഇതിന് വേണ്ടിയിട്ടാണ് അന്ന് നല്ലൊരു സന്തോഷമായിട്ടിരിക്കുമ്പോൾ എനിക്ക് വിഷമിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മളായിട്ടുള്ള ടേക്ക് കെയർ ചെയ്യാം. ഞാൻ 100% അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. ഓ വീട്ടിലെ വീട്, നാട്ടിലുള്ള വീടുകളുണ്ട്. സത്യം. ആ സൈഡിൽ ഈ ബോക്സ് പോലെ ഇരിക്കുന്നുണ്ടോ? കിട്ടില്ല വീട് എൻ്റെ ഒപ്പം. ഇതൊക്കെ ശരിക്കും ഇവിടെ റെസിഡൻസ് അല്ലേ? ഇവരെ ജോലിയൊക്കെ എന്താ? എനിക്ക് ഇവിടെ വന്ന് താമസിക്കാൻ തോന്നുന്നുണ്ട്. നല്ല വീട്. ആ പറ. ഒരു ശാന്തമായ ഏരിയ ആയിരിക്കും, പക്ഷെ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരൂലേ? നമ്മളൊന്നും അടുത്തൊന്നും ഉണ്ടാവില്ലല്ലോ സാധനം വാങ്ങാന്. അത് നയഗ്ര ഡൗൺ ടൗൺ പോകണം. ഗൂഗിളിട്ട് സൈഡിലേക്ക് വ്യൂ ഒന്നാക്കല്ലേ? താഴെ ഇടാണ്ട് താഴെ പോയില്ല, എന്റെ കയ്യിൽ നിന്ന് ഓക്കെ എടുക്കാൻ കഴിയോ? അതിന്റെ ഇടയിലോട്ട് പോയാ ഉറുമ്പ് വരുമോ? ഉറുമ്പ് വരുമോ? ആഴ എൻ്റെ വണ്ടി കീട്ടാൻ ഇഷ്ടമുണ്ട്. അപ്പം ഞാൻ കഴിവത് അതിനകത്ത് മാൻഷൻ. ഓ ഇവിടൊക്കെ പിന്നെ വീട് വയ്ക്കും. അയ്യോ എൻ്റെ അമ്മ, ഭംഗിയില്ല സ്ഥലം വീട് അല്ലേ? നല്ല ശാന്തത. നമുക്ക് നമ്മളതായിട്ട് പ്രൗഡ് മൂമെന്റ്. ഇനി ഇവരുടെ ബൈക്ക് കൾച്ചർ തുടങ്ങും, ബൈക്കിംഗ് കൾച്ചർ. ബൈക്ക് ഓടിക്കണ റൈസറിന്റെ പൈസ ആൾക്കാരാണ്. മൈ ഗുഡ്നസ്. ആ വണ്ടി ഉണ്ടോ? വിന്റേജ് സാധനം. ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നുണ്ട് ഏരിയ കണ്ടിട്ട്. അതെ അതെ. അതുമല്ല ലേക്ക് വ്യൂ ഒക്കെ ഉള്ളത് നല്ല നല്ല എക്സ്പെൻസീവ് ആണ്. ഈ വീടൊക്കെ യമകൻ പോവും. ആ വീടിന്റെ ഓണർ ആണെന്ന് തോന്നുന്നത്. വണ്ടി ഓടിച്ചോണ്ട് അവരുടെ ഏരിയ മൊത്തം അല്ലേ? എനിക്ക് വയ്യ ആലോചിക്കും. മുതലായി ഒന്ന് ഒരു വ്യത്യസ്ത എക്സ്പീരിയൻസ് ആയി. ചെറിയതല്ലേ? അപ്പുറത്ത് US ആണെന്ന് ആലോചിക്കുന്നത്. അവിടെ മുന്തിരി ഉണ്ടാവില്ല. ആ സിറ്റിസൺഷിപ്പ് ആവണ്ടേ, അത് കുറെ പഠിക്കണം. അതാ പറഞ്ഞത് കുറെ പഠിക്കണം. ഇത് കൺട്രി മാർക്കറ്റാണ്. അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇവര് ഭയങ്കര തുച്ഛമായിട്ടുള്ള പൈസക്ക് നല്ല ഫ്രഷ് സാധനങ്ങൾ തരും. ഞാൻ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ട് അങ്ങനെയല്ല, അവരുടെ ഫാമിൽ തന്നെ ഉണ്ടാകുന്ന സാധനം. ഇപ്പം തണുപ്പ് കഴിഞ്ഞല്ലേ ഉള്ളൂ, പ്രൊഡ്യൂസ് അവർക്ക് വലുതായിട്ട് ഉണ്ടാകത്തില്ല.
എല്ലാം കയറുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ടാവും. അങ്ങനെ അതിന്റെ പൈസ side ല് ഉണ്ടാവില്ല? എഴുതിയിട്ടുണ്ടാവും. ആന അത് മലയാളിന്റെ വീടാ. ഡിസൂസ എന്ന് പറയും. ഡിസൂസ, ആൽബർട്ട് ഡിസൂസന്റെ വീടാണ്. ആരും- അല്ല സാറേ കുറച്ച് വെള്ളം തരുമോ? അല്ല ആനന്റെ ഇതൊക്കെ. കുറച്ചല്ല, നീ പോകാൻ വേണ്ടി കൊടുത്തു. താങ്ക് യു. ഈ വീട് നോക്കിയേ, കണ്ടംപററി. ഇവിടെ നടന്ന് താഴോട്ട് പോവാം. ഈ വീട് നോക്കിയോ? അവിടെ പാർട്ടി നേരത്തെ വന്ന ആൾക്കാർ അവിടെ ഇരുന്ന് കഴിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യണം. ഇനി അടുത്ത നമുക്കൊരു Food item. ഒരു പാർട്ടി ഇവിടെ വെക്കണം. ഫ്രണ്ട്സ് കുറേ ആയിട്ട് അബ്ദും അതൊക്കെ നടപടിയാവുമെന്നുള്ള കാര്യം നടപടിയൊക്കെ നമുക്ക് ആക്കലാണ്. അതായത് അത് ചേർപ്പ ഇൻഷാല്ലാ. ഫുഡൊക്കെ ഗൈസ്, ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നോ കോർഡിനേറ്റ് ചെയ്യുന്നത് അതാണ് ഇവിടെ നടന്നത്. കണ്ടില്ലേ? നടപടിയാവുന്നൊക്കെ പിന്നെ നോക്കേണ്ട കാര്യമാണ്. ഫുഡ് കൊണ്ടുവരിക, കുറെ ഫ്രണ്ട്സ് ആ ബൈക്കിൽ നിന്ന് ഫോട്ടോ എടുക്കാം. എത്ര? പിന്നെ പണ്ട് വന്ന് താമസിച്ചതെങ്കിലും ഉണ്ടെങ്കിൽ മറ്റേ ഇതിൽ പറഞ്ഞാല് ആവശ്യത്തിന് പറഞ്ഞാലേ ഐലൻഡ് വാങ്ങിച്ചിട്ടൊന്ന് പറയണം. ഐലൻഡ് ഫാസിലിന് ലോട്ടറി അടിച്ച് തരിശൂമിലേക്ക് ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നല്ലോ. അതൊക്കെ ഈ setup ഒക്കെ എങ്ങനെയാ? ഏഹ്? അന്നാ തരിശുഭൂമിയിലായിരുന്നു. ആ. ഇപ്പോഴത്തെ ബാംഗ്ലൂർ വീട്ടിലെ രസം. തരിശും കിടന്നാണ്. പക്ഷെ ആ സമയം എന്താവും അറിയോ? നോർമലി അത് പാവപ്പെട്ട ആൾക്കാരാ ഇതാണെങ്കിൽ മുമ്പേ ഇത് ആൾക്കാരറിയും, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ്. അപ്പോൾ അവരോട് പറയും ഇത് വെറുതെ കിടക്കല്ലേ, നമുക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് ഓൾറെഡി അവർ വാങ്ങിക്കും. ഇനി കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഭീഷണിയാവും അടുത്തത്. അങ്ങനെ ഇതാക്കി എടുക്കും ലാൻഡ് മാഫിയ. എസ്പെഷ്യലി ബാംഗ്ലൂർ അല്ലേ, ഗുണ്ടകളൊക്കെ ഉണ്ടാവും. ഇത് വർക്ക് ചെയ്യുന്ന പെർഫ്യൂം അതിനകത്ത് റീഫിൽ ചെയ്ത് ആക്കി. നമുക്ക് ഇഷ്ടമുള്ള പെർഫ്യൂം അടിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ പെർഫ്യൂം ഓൾമാറ്റിക് കിട്ടും. 5 റോളുണ്ട്. ഇത് എത്ര ഡിവൈസിന്? മൊത്തത്തിൽ എനിക്ക് 9 റോളുണ്ട്. ഓ ഇതിനോ? അത് എവിടെ വേണമെങ്കിലും വെക്കാം. റൂമിൽ വെക്കാം, വാഷ്റൂമിൽ വെക്കാം, കാറിൽ വെക്കാം. അങ്ങനെ അറബിയിലാണ് എഴുതിയിരിക്കുന്നത്. സീരിയസ് പറഞ്ഞോ? ഞാൻ തമാശ പറഞ്ഞതാ. ഓ, ഞാൻ അതായത് അറബിയിൽ എഴുതിയിരിക്കുമെന്ന് വിചാരിച്ചേ. ഇത് എടുക്കാനേ അതായത് എൻ്റെ ആ സെയിം പോസിൽ നിൽക്കാന്. അപ്പൊ ഈ പ്രൊഫൈൽ പിക്ചർ മാറ്റുമ്പോ ഞാൻ ആ സെയിം പ്രൊഫൈൽ പിക്ചർ ഇടുന്നു. പിന്നെ ഓക്കെ $100. ഇത് ഒരു ബോട്ടിൽ എത്ര കിട്ടും? നല്ല ഡ്രസ് ഒരു ബോട്ടിൽ നമ്മൾ ഫില്ല് ചെയ്താൽ ഏകദേശം എത്ര കിട്ടും? എത്ര ഒരു മാസം കിട്ടുമോ? ഒരു മാസം കൂടുതൽ നിൽക്കും. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വിത്തിൻ എത്രയോ സെക്കൻഡ്സിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെയൊക്കെയാണെങ്കിൽ പെട്ടെന്ന് തീരും. മറ്റേതാണല്ലേ ഒന്ന് വാങ്ങി വെക്കണം. അത് 2-ലോ 1-ലോ ഇട്ടാൽ മതി. ബെസ്റ്റ്. ഏറ്റവും നല്ലത് ഏതാ? അങ്ങനെ ഏറ്റവും നല്ല പെർഫ്യൂം ഏതാ? ഡിപ്പെൻസ്. എന്നാലും നിന്റെ എക്സ്പീരിയൻസ് പ്രകാരം എനിക്ക് സത്യം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. തലവേദന എടുക്കും. ഇത് ക്ലോസ്ഡ് സ്പേസ് അല്ലേ. വീടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. വണ്ടി ഇച്ചിരി സീനാണ്. കാരണം നമ്മളെപ്പോഴും വണ്ടി എനിക്കൊന്ന് വാങ്ങി വെക്കണം. ഞാൻ $50 ഉള്ളൂ ടോട്ടല്. അതിന്റെ കൂടുതൽ ഇച്ചിരി പ്രൈസ് കൂടാനും ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് അന്നേരം $50 കിട്ടിയ എങ്ങനെ പോയി $20 താഴെ വരും. 100% എയർ വിൽക്കുന്നൊക്കെ. എയർ വിക്ക് അത് നിങ്ങൾ നാട്ടിലുണ്ടല്ലോ. എൻ്റെ വലുതുണ്ട്. അത് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് അത് മൗണ്ടൻ ബൈക്കാ? സർവീസ് റോഡ്. നിങ്ങൾക്ക് ഈ ഇവനറിയോ? എന്താ പറയാ, ഒരു ബ്ലോഗറാണ്. എൻ്റെ പേര് ട്രാവലിസ്റ്റാ. ട്രാവലിസ്റ്റ് കേട്ടിട്ടുണ്ടല്ലോ. ഇല്ലേ? അവൻ മറ്റേ ബ്രസീലിലൊക്കെ പോയിരുന്നാണോ കളിയുള്ള? അതെ, അത് ശരിക്കും നല്ല കണ്ടന്റാണ്. പക്ഷെ ആൾക്കാർ അധികമല്ല. അവൻ ബ്രസീലിന്റെ ആമസോണിലൊക്കെ പോയി ഉള്ളതാണ്. ആമസോൺ കാട്ടിലൂടെ അതെ, കറക്റ്റ്. എന്തോ കേട്ടില്ല. സ്ഥലത്തിന്റെ പേര് മാപ്പിൽ ഓപ്പൺ ആകുമ്പോഴും നമ്മുടെ ലൊക്കേഷൻ കാണിക്കുമായിരുന്നു. പേരെനിക്ക് കറക്റ്റ് നമ്മുടെ സ്ഥലത്തിന്റെ അല്ല, ജസ്റ്റ് മാപ്പ് അടിച്ചാല് കാണും. ഞാൻ നമ്മുടെ പറഞ്ഞു ഗൂഗിൾ മാപ്സിൽ ഓപ്പൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ നീല കളർ ലൊക്കേഷൻ ഫോട്ടോ എടുത്ത സ്ഥലത്തിന്റെ പേര്
ഇത് ചില ആൾക്കാരെ മീൻസ് ഫ്രീ ആവുമ്പോ വന്ന് ചെയ്യണ വീടൊക്കെ ആയിരിക്കും അല്ലേ? ഫ്രഷ്. ഓ ഇവിടെ എന്തോ പരിപാടിയാണ്. ഇവരൊക്കെയല്ലോ ഫാമിലി ഫ്രഷ്. നയഗ്ര പാർക്സ്, മെക്ഫാർലൈൻ പാർക്ക്. ഭയങ്കര ബോക്സ് അല്ലല്ല. മാഷാ അല്ലാഹ് പൊളിച്ച്. ആ പൊളിച്ചിട്ടാ വരവ്. സൗണ്ട് കേട്ടോ. ഒരു റേസ് ആ ചെയ്യുന്നു. സാധനം ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഏതാ? മറ്റേ ബാക്കിൽ പോയില്ല, ഏറ്റവും ബാക്കിൽ പോയത്. അതെന്റെ ഡീലർഷിപ്പിൽ വണ്ടി ഉണ്ടായിരുന്നു. ബൈക്ക് ലൈസൻസ് എടുത്തോ? ബൈക്കിന്റെ ലൈസൻസ് പൈസ പതിയെ കിട്ടിയിട്ടൊക്കെ. അതിന് വലിയ ഇതുണ്ടോ ലൈസൻസ്? ബൈക്ക് ലൈസൻസ് വലിയ വില ഉണ്ട്? ഇല്ലില്ല, വിലയല്ല, കുറച്ച് പഠിക്കണം. ടാസ്ക് അല്ലേ? മറ്റേതുപോലെയല്ല, കാറ് പോലെയല്ല എന്ന് വെച്ചിട്ട് ഭയങ്കര ആന കൂടി പാട് അങ്ങനെയൊന്നും അല്ല. അത് നമ്മളെപ്പോഴും പാട് വിചാരിച്ചു കഴിഞ്ഞാൽ ജീവണ്ടിനേക്കാളും ജീറ്റുവിനേക്കാളൊക്കെ വിൻറ്റേജ് സാധനം. ഞാൻ അത് നോക്കിയാ എനിക്ക് കാഡിലാക്ക്. അപ്പം ഇത് ഗൈസ് നയാഗ്ര ഓൺ ദ ലേക്ക് ആണ്. ആണോ? നോക്കട്ടെ. ഇതിന്റെ പേര് നയാഗ്ര റിവർ PKWY. ക്യൂൻ പരേഡ്. ഗൈസ് ഇതാണ് സ്ഥലം. രാവിലെയും വൈകുന്നേരം. പക്ഷെ ഇവിടെ ഇത് ചില ആൾക്കാരെ ഇതാണ് നോക്കാൻ വന്നത്. ഇത് മറ്റേ അമ്മമാരുടെ ബങ്കറാണ്. പിന്നെ കാനഡന്റെ ഫ്ലാഗ് അല്ലല്ലോ അതിലുള്ളത്. എന്താ അതിൽ ഫ്ലാഗ്? UK-യുടെ. എന്റെ ഐഫോണില്ല. ആ എന്റെ മറ്റേ ജോലി ഇവിടെ ഫോർട്ട് ജോർജ്. ഇവിടെ കയറാൻ പറ്റുന്നതായിരിക്കും അല്ലേ? നാഷണൽ ഇവിടെ കയറാൻ കണ്ണാടി കൊള്ളാം കേട്ടോ, അടിപൊളി കണ്ണാടി. കഴിഞ്ഞോ? അല്ലല്ല, എനിക്ക് ജോർബ വെച്ചു. അല്ല ജോർബ ഈ കളർ എടുക്കട്ടെ. ഈ കളറൊക്കെ കൊള്ളാം. അല്ല, നീ ഏതൊരു ഗ്ലാസ് ഇതെടുത്തില്ലേ? സെയിം അല്ല എടുത്തല്ലേ? കിട്ടാത്ത ആളുകൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു. എനിക്ക് കാണിച്ചു. എനിക്കോട് ഇവിടെ ഇടണം തോന്നുന്നുണ്ട് വണ്ടി. ഇത് ഡൗൺ ടൗൺ ആണ്. അപ്പൊ ഞാൻ ഒരു കാര്യം, ഇവിടെ വണ്ടി ഇടണം. നമുക്ക് ആദ്യം ഒന്ന് റൗണ്ട് ഇടണം, എന്താണ് സംഭവം എന്ന് അറിയാം. അത് ഇവിടുത്തെ ഡൗൺ ടൗൺ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒന്ന് മാറാം, എനിക്ക് ബാക്ക് ഒന്ന് കാണാൻ വരും. അപ്പോൾ കുഴപ്പമില്ല. ഇത് ഡൗൺ ടൗൺ ആണ്. പഴയ സിറ്റി വല്ലതും ഉണ്ട്. ഭയങ്കര പഴയ. നമ്മുടെ നാട്ടിലെ കാർ പോലും പഴയ സിറ്റി ഉണ്ട്, അറിയാമായിരുന്നു. യൂണിയനിലാണ്. യൂണിയൻ ഇല്ല. അത് പക്ഷേ സമ്മറിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇതൊക്കെ കൊള്ളാം. നിങ്ങൾ അവിടെ പോയ പോലെ ഉണ്ട്, ഹെൽഫാക്സിൽ പോയ പോലെ ഉണ്ട്. പഴയ ബിൽഡിംഗ്. പ്രിൻസ് എഡ്വേർഡിലാണ് കുറച്ചും കൂടെ പഴയത്. ഹാലിഫാക്സ് എന്ന് പറയുക അവിടെ ചെറിയ സിറ്റിയാണ്. ഭയങ്കര രസമുണ്ടല്ലേ? ഇവിടെ ഒരു മലയാളി ഷോപ്പ് കാണുന്നുള്ള റിയൽ എസ്റ്റേറ്റ്. നയാഗ്ര ഓൺ ദ ലേക്ക് ആണ്. അതാ മോശമായിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് തന്നെ ഇന്നലെ ഫോട്ടോ എടുക്കായിരുന്നു അമ്മ റോഡ്. എന്നിട്ട്
ഇവിടെ നിർത്താൻ പറ്റില്ല, ഫുള്ള് പാർക്കിംഗ് ഇതാ. ചാൾസിന്റെ വേറൊരു ഇവിടെ. കൊണ്ടാരൊക്കെ പേടിച്ച് മീറ്റഡ് പാർക്കിംഗ്. എനിക്കാണ് ഇവിടെ എന്തോ ഒരു UK എന്തോ ഒരു സിസ്റ്റം ഉണ്ട് തോന്നുന്നുണ്ട്. അല്ല, ബ്രിട്ടന്റെ അവര് ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ക്വീൻ എലിസബത്തിനെയൊക്കെ ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് ഇവിടെ ചാൾസ് ബ്രോ, നമ്മളിവിടെ ടാക്സ് അടക്കണം, ടാക്സ് ഉണ്ട്, സോറി ഫൈൻ അടയ്ക്കുന്നുണ്ട്, വണ്ടിയുടെ ഫൈന്. ഇതെല്ലാം പൈസ പോകണം ആർക്കും അറിയാമോ? കിങ്ങിനാണ് പോകുന്നത്. നമ്മളിപ്പോ എന്തെങ്കിലും ഡ്രൈവിംഗിൽ എന്തെങ്കിലും കാനഡയിൽ എന്തെങ്കിലും സംഭവം എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ കിങ് ഭരിക്കുന്ന കൺട്രീസിലൊന്നും പോകാൻ പറ്റില്ല. പൊട്ടന്മാരില്ലേ? എന്തോ ബ്രോ, ഓരോ ഇങ്ങോട്ട് പൈസ തരുന്നുണ്ടോ? ആര്? ഇവിടുത്തെ ആൾക്കാർക്ക് പൈസ ഒന്നുമില്ല, പക്ഷെ എന്തോ കിങ് എന്ന് പറഞ്ഞാൽ എവിടെ അത് അതിന്റെ ഓക്കെ, നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. അതിൽ പി പാർക്കിംഗ് എന്ന് എഴുതിയിട്ട് അതിന്റെ തൊട്ട് താഴെ ലെഫ്റ്റിൽ ആരോ എടുക്കുന്നുണ്ടോ, അതിന്റെ അപ്പുറത്ത് പാർക്ക് ചെയ്തൂടാ, ഇപ്പുറത്ത് പാർക്ക് ചെയ്തു. അതുകൊണ്ടല്ലേ ഇവരും പാർക്ക് ചെയ്തു. എന്റെ ബാക്കിൽ ഒരു വണ്ടി എടുക്കുന്ന നോക്കി ഒരു കാര്യം ചെയ്യും, ഓഹോ. എന്തേ നിങ്ങൾക്ക് റാപ്പ് പോയി നിങ്ങള്? ഞാനിത് എൻ്റെ പൈസ ഒക്കെ മേടിച്ചോളാം, അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടണ്ട. ശരിയാ, കുറച്ച് ബെറ്റർ ആയിരിക്കും. നമുക്ക് എവിടെ നിന്ന് മേടിക്കണ്ട? ഞാനൊക്കെ ഇറങ്ങുന്ന അവിടെ ഉണ്ട്. ഓക്കെ. ഞാനും മാറ്റത്തോടെ വണ്ടി പാർക്ക് ചെയ്തോളാം. ഒരു തൊട്ടടുത്തായിരുന്നു പാർക്ക് ചെയ്ത മറ്റേ പൈസ ഒന്നും കൊടുത്തില്ല. ആ പറയുന്ന സ്ഥലത്ത് നിന്ന് അരമണിക്കൂറുണ്ടാവും നടക്കാൻ. 2 മിനിറ്റ് 3 മിനിറ്റ് നടന്നോളൂ നമ്മള്. നയഗ്ര ഫോൾസിന്റെ തൊട്ടപ്പുറത്ത്. നയഗ്ര ഫോൾസ് തൊട്ടടുത്ത്. ഏത് മോട്ടലാണ് നയഗ്ര ഫോൾസ്? മോട്ടലാണ്, എനിക്ക് പേര് കൃത്യമായിട്ട്. അതിന്റെ അടുത്തൊരു ടിം ഹോട്ടലുണ്ട് തൊട്ടടുത്ത്. അതൊക്കെ ദൂരെ. നിങ്ങൾ അല്ലല്ല, ഞാൻ പോയതല്ലേ, ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി, ഞാൻ മാറ്റത്തോടെ പോയതല്ലേ. മാപ്പിൽ കാണിച്ചു തരും. എനിക്ക് ആ സ്ഥലം ഓർമ്മയില്ല, പക്ഷെ തൊട്ടടുത്താണ്, ടിം ഹോട്ടലിന്റെ അടുത്താണ്. ഞങ്ങൾ നടന്നത് 3 മിനിറ്റ് നടന്നോളൂ. അപ്പോൾ ഞാൻ പറയടാ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഒരു സ്ഥലത്ത് സ്ഥലം കിട്ടി. നീ പറഞ്ഞ ആ കോഫി ഹൗസ് ഉണ്ടല്ലോ, അതിന്റെ മാപ്പിൽ നോക്കിയിട്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെന്തായാലും ഇന്നത്തെ ട്രിപ്പ് ഉഷാറായിരിക്കും അല്ലേ? ഇനിയിപ്പോൾ 2 ആഴ്ചയും കൂടി ഉണ്ടാവും. കാരണം വെച്ചാൽ ആഫ്ര വന്നാൽ യാസിൻ്റെ വീട്ടിൽ പ്രവേശനം അന്യർക്കില്ല. പുറത്തുപോകല്ലോ, നമ്മൾ ചേർന്ന് തന്നെ പുറത്തിറങ്ങാൻ പോകും. എനിക്ക് വേണ്ടി ഇഷ്ടം. ആര് പറഞ്ഞു നിങ്ങളടുത്ത്? ആ വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ വണ്ടി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പറയരുത്. ആ വണ്ടി ഞാൻ കാണിച്ചു കണ്ടിട്ടുണ്ടല്ലോ. ഈ വണ്ടിയാണ്, ഇതാണ് ഡീമൺ RT SR. സൂപ്പർ വണ്ടിയാണ്. എത്ര രൂപന്ന് പറയാ? $2,88,000 നാട്ടിലത്തെ കൺവേർട്ട് ചെയ്യുമ്പോൾ നാട്ടിലെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 13 കോടി. 13 കോടിയാ പോടാ. ഞാൻ നിങ്ങൾക്ക് വെബ്സൈറ്റ് പ്രൈസ് കാണിച്ചു 13 കോടിയോ? നിങ്ങൾക്ക് വെബ്സൈറ്റ് പ്രൈസ് കാണിച്ചു തരട്ടോ. വെബ്സൈറ്റ് പ്രൈസ് കാണിച്ചു തരാം. 1 മില്യൺ എന്ന് പറയുന്നത് 6 കോടി. ഇപ്പൊ 2 മില്യൺ എന്നാണ് പറഞ്ഞത്. നീ പറഞ്ഞ 2,80,000 $288K. $1 ലക്ഷം എന്ന് പറയുന്നത് 12 കോടി എന്നല്ല, ഇത് 60 ലക്ഷം. $1 ലക്ഷം $6 ലക്ഷം. $1 ലക്ഷം. ഇത് 288 വരും. ഇത് 288 ബേസ് പ്രൈസ്. 288 അപ്പൊ ഇത് ടാക്സ് 2,80,000 രൂപ പറഞ്ഞതല്ലേ? 2,88,000. 2,88,000 എന്ന് പറയുന്നത് ബേസിക്കലി റൗണ്ട് ചെയ്ത് പറഞ്ഞ ടാക്സ് എല്ലാം കൂടെ 300K. 300K. എന്നാ ഒരു 13 കോടി വരൂലല്ലോ. 13K എന്ന് പറയുന്നത് 1,20,000 സംതിങ്, അല്ലെങ്കിൽ 2 കോടി സംതിങ് വരും. 2 കോടി വരും. 13 കോടി വരും. 13 കോടി. 1 പോയിന്റ് എന്ന് പറയുന്നത് തെറ്റിപ്പോയത്. 13 കോടി എന്ന് പറയുമ്പോൾ 2 ബില്യൺ. 13 കോടി വീട് വേണം. 2 വീട് വേണം. 13 കോടിക്കോ? ഈ പുള്ളിയെ വിറ്റ ആ വണ്ടി. സൗണ്ട് കേട്ടോ.
അബ്ദു 13 കോടിക്ക് 2 വീട് കിട്ടും ഇവിടെ 3 കോടിക്ക് 2 അല്ല കൂടുതൽ കിട്ടും. കാനഡയിൽ. അതെ, ഇത് വെക്കാം. കാനഡയിൽ കൺട്രി സൈഡ് ഈ വീഡിയോ നോക്കി, ഇതിൽ എൻ്റെ പ്രൈസ് കാണിച്ചിട്ടുണ്ടോ? ഞാൻ കാണിച്ചത് ഈ പുള്ളിയാണ് വിറ്റത്. എനിക്ക് എൻ്റെ പരിചയക്കാരൻ. ഞാൻ ഇവിടെ വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ കണ്ടത്. ആ വണ്ടി ഫസ്റ്റ് തൊട്ടത് ഞാനാണ്. കാരണം ട്രക്കിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇത് കണ്ടോ എൻ്റെ പ്രൈസ് കണ്ടോ? എത്ര എഴുതിയിരിക്കുന്നത്? 2,99,888. അത് ടാക്സ് വരും അതിൻ്റെ കൂടെ 25% അങ്ങനെ എന്തോ ടാക്സ് വരും. 30,000 ടാക്സ് വരും. ഇത് വിൽക്കുമ്പോൾ തിരിച്ചാ പൈസ കിട്ടുമോ എനിക്ക്? ഒരിക്കലും കിട്ടില്ല. ഏത്? ഇല്ല, പുള്ളിക്ക് ആ വണ്ടിക്ക് മാത്രം എത്ര 300K 20% എത്ര ആയിരിക്കും? അവനിക്ക് ഇതിനെ കൊണ്ടതാണ് കാണാനൊരു ഭംഗിയില്ല. അത് അത്ര അല്ല, 300K 20% എത്ര? 30,000 രൂപ. 30,000 ഡോളർ കിട്ടും പുള്ളിക്ക് ആ ഒരു വണ്ടി മാത്രം. 2 വണ്ടിയും പുള്ളിയാണ് വിൽക്കുക. 60,000 ഡോളർ ആ വണ്ടി ഒരു വർഷം കിട്ടുന്ന സാധനം. ഒരു വർഷമല്ല, ഒരു വണ്ടി ഒരു മാസം പുള്ളിക്ക് ഒരു വർഷം കിട്ടുന്ന സാധനം. ഇതിൽ എന്റെ സൗണ്ട് കേട്ടോ. അത് എങ്ങനെ കിട്ടുമെന്ന് മനസ്സിലായില്ല പറഞ്ഞു. കമ്മീഷൻ, വണ്ടി കമ്മീഷൻ. അതിൽ ടാക്സ് കട്ട് ചെയ്യില്ല എന്നിട്ട് കിട്ടുക. ഏത്? ആ, ടാക്സ് ഒക്കെ ഓൾറെഡി കട്ട് ചെയ്തിട്ടാണ് കമ്മീഷനിൽ പോകണം. ഡിമണ്ട് ഇങ്ങനെ ഈ പൊട്ടന്മാരെന്തിനാ ഇത്രക്കാര പൈസ വണ്ടി എടുക്കുന്നത്? ആ വണ്ടി എന്നൊക്കെ പറഞ്ഞാല് ഈ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇനി ഈ വണ്ടി ഇല്ല. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കളക്ഷനാണ്. ആളുകൾ കളക്ട് ചെയ്യും. സൗണ്ട് കേട്ടോ. ട്രാക്ക് ടയർ ഇട്ടിരിക്കുന്നത്. ഇത്രക്കാരൻ പൈസ ഉണ്ടെന്നാ വണ്ടി മേലെ ഉള്ളൂ. അത് എൻജിൻ ഇതാണ്ട ഡീമണ്ട് ഫോട്ടോ. റബ് ചെയ്യുന്നുണ്ട്. അത് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് അത് അയച്ചു കൊടുക്കുക ശരി ഉണ്ടാവില്ല. ഞാൻ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചാൽ പോരാ? ആ പെണ്ണിനെ അയച്ചു കൊടുക്കേണ്ടിട്ട് ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ വണ്ടി. 2 വണ്ടി സെല്ലായ 2 വണ്ടി. ഇതായിരുന്നു ശരിക്കും വയ്യ. ഇതായിരുന്നു പിന്നല്ല. നിങ്ങൾ കാട്ടിൽ പോയി കിടക്കുന്നു. നമ്മൾ ടെസ്ല ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ഫുഡ് ഇതാണ് പറഞ്ഞല്ലേ. അത് വിലയായിരിക്കും അല്ലേ? അത്ര വില ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഫ്രഷ് സാധനം. പഞ്ചസാറ് ഐസ്ക്രീം കഴിച്ചാൽ വിശപ്പ് മാറും. എനിക്ക് വേണോ? എനിക്കെന്താ പൊറോട്ട കഴിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇറങ്ങണ്ടേ? പൊറോട്ട കഴിക്കാനാണെങ്കിൽ ഇറങ്ങണ്ടേ? കാർബോന്ന് കഴിച്ചാലൊക്കെ ഞാൻ വേറൊരു പ്ലാൻ പറയട്ടോ. ഇന്നലെ ജോർബായ് പറഞ്ഞ കണക്ക് നമ്മുടെ സിൽവർ സ്പൂണിൽ 2 ബിരിയാണി 3 ബിരിയാണി വാങ്ങിച്ചിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് 2 മണിക്കൂർ കഴിയും. നല്ല വശപ്പെടും. അങ്ങനെ വാങ്ങിക്കാം. പക്ഷെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ റാപ്പോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കും. അത് രാവിലെ കഴിച്ചിട്ട് ഇറങ്ങിയതല്ലേ. വേറെ ചിപ്സും അതൊക്കെ ഇത് കഴിച്ചത്. നേക്കടെ കുറേ സമയം പോവല്ലേ? കുറേ സമയം വേസ്റ്റ് ആക്കല്ലേ ഇറങ്ങിയിട്ട്? അല്ല അനിയ ചേട്ടാ ശനി ഞായർ
വീടാച്ചുകൊണ്ട് പുതിയ ഹയറിങ് ആൾക്കാർ വരുന്നുണ്ട്. പുതിയ ന്യൂ ഹയർ ആൾക്കാർ വരുന്നുണ്ട്. ആപ്പിൾ മരം ഇവിടെ കേരളത്തിലോ? അല്ലല്ല, നമ്മളിപ്പോൾ താമസിക്കാൻ വേണ്ടി 11 ഓപ്ഷൻ. ഒരു എത്ര ചോദിക്കാൻ കിട്ടും, എത്ര കോടിക്ക് ഒരു വീട് കിട്ടും? 3 കോടിയാണോ? 3 കോടിക്ക് ഉണ്ട്. 3 കോടിക്ക് വിൻസറിൽ കിട്ടും. സ്കാർബോയിൽ കിട്ടണമെങ്കിൽ എത്ര കോടിയാണ്? 3 കോടി കിട്ടും. അതുപോലെ $1 million 1 മില്യൺ ഒക്കെ വരും. 1 മില്യൺ 6 കോടി. ഇന്ത്യൻ പൈസ 6 കോടിക്ക്. 6 കോടി 6 കോടി. ഇനിയിപ്പം നല്ല പഴയ വീടാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 500K 700K അങ്ങനെയൊക്കെ ലൊക്കേഷൻ അനുസരിച്ച് വില മാറും. ഓക്കെ, ഒരു 6-7 കോടിക്ക് സ്കാർബോയുടെ വീട് കിട്ടും അല്ലേ? 6 കോടി എന്ന് പറഞ്ഞാൽ 1 മില്യൺ. പക്ഷെ അത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ വന്ന സമയത്ത് ഓർമ്മ വന്ന സമയത്ത് സ്കാർബോർഡ് അതായത് 500K ഒക്കെ നല്ല വീട് കിട്ടും. 500K അല്ല, ഞാൻ 800K എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞതിന് മുമ്പ് ഞാൻ വന്ന സമയത്ത് കോവിഡിന്റെ മുന്നേ 500K 400K ഒക്കെ നല്ല വീട് കിട്ടുമായിരുന്നു. അന്നേരം അപ്പൊ ഇന്ത്യൻ പൈസ എത്രയാ? അത് ഇന്ത്യൻ പൈസക്ക് എത്ര 2 കോടി അങ്ങനെ ഉണ്ട്. ഞാൻ വേറൊരു കാര്യം നിന്റെ അടുത്താണ് പറഞ്ഞത്, നമുക്കിപ്പോൾ ഒരു വീട് വാങ്ങിച്ചേ, നമുക്കിപ്പോൾ ആ വീട് വിൽക്കണം, നമ്മൾ മോർട്ട്ഗേജ് അടച്ചുകൊണ്ടിരിക്കുകയാണ്, വീട് വേണ്ട, അപ്പോൾ വിൽക്കാൻ പറ്റുമോ? പറ്റും. അപ്പോൾ നമുക്ക് അതിൽ പ്രോഫിറ്റ് കിട്ടും? വീട് എപ്പോഴും റിയൽ എസ്റ്റേറ്റ് എപ്പോഴും അപ്രീഷിയേറ്റിംഗ് ആണ്. അല്ല, അത് അടച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റണില്ല, നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, വിൽക്കാൻ കുഴപ്പമില്ല. ഭയങ്കര തുച്ഛമായിട്ടുള്ള പ്രോഫിറ്റേ കിട്ടുള്ളൂ എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കാരണം അത് നിങ്ങൾ ഫുള്ള് കുറേ നാൾ കഴിഞ്ഞിട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിയൽ എസ്റ്റേറ്റ് എപ്പോഴും കുറേ നാൾ കഴിഞ്ഞ് വിറ്റാൽ ഭയങ്കര ഇതാണ്. എൻ്റെ ആമസോണിൽ കുറേ ഫിലിപ്പിനോ ചൈനക്കാരോ അങ്ങനെ ആൾക്കാർ പെണ്ണുങ്ങളൊക്കെ കപ്പിൾസ് വർക്ക് ചെയ്യുന്നുണ്ട്. കപ്പിൾസിൻ്റെ ഫാമിലി അവരിവിടെ വീടൊക്കെ വാങ്ങി. എല്ലാവരും മാസം എന്നോട് പറയാൻ ഒരിക്കലും ഇവിടെ വീട് വാങ്ങരുത്. അവർ മാസം $6,000 അടക്കുന്നത് അടവ്. പിന്നെ കുട്ടികളെ പഠനം വേറെ, അതിൻ്റെ എമൗണ്ട് വേറെ. അതായത് കുട്ടികൾക്ക് ഇങ്ങോട്ട് കുറച്ച് പൈസ കിട്ടും, പിന്നെ ചിലവ്, വണ്ടീൻ്റെ ഇൻഷുറൻസ്, വണ്ടീൻ്റെ ലോണ്, മാസം എങ്ങനെയാലും 10 രൂപ മാസം പോവുമല്ലോ. അപ്പോൾ ഈ ആമസോണിൽ നിന്നൊരു 3-4 കിട്ടും, 2 ഇപ്പോൾ 8 കൂട്ടിക്കോ. ബാക്കി പിന്നെ കുട്ടികളെ മറ്റെന്തൊക്കെ പൈസ കിട്ടുമല്ലോ ഇവിടെ മാസം മാസം, അതൊക്കെ വെച്ചിട്ടല്ല അവരെ അടക്കുന്നത്. സേവിങ്സ് ഒന്നുമില്ല എന്നാണ് എന്നോട്. 3 കൊല്ലമായി അസറ്റാണ്. പക്ഷെങ്കിൽ അവർ അടിച്ച് തീരുമ്പോഴത്തേക്ക് വയസ്സ് അവരടിച്ചു തന്നെ. അവരൊരു 15 കൊല്ലം കഴിഞ്ഞിട്ട് വിറ്റെന്ന് വിചാരിച്ചു, അവർക്ക് അതിന്റെ ഡബിൾ പ്രോഫിറ്റ് ഉണ്ടാവും. പ്രോഫിറ്റിൽ വെച്ചിട്ട് അവർക്ക് സേവിങ്സ് ഇട്ടാൽ മതി. 15 കൊല്ലത്തേക്ക് അവര് അപ്പൊ നിങ്ങളിപ്പോ നമ്മളെല്ലാവരും 4 പേരും അടയ്ക്കുന്ന റെന്റ് ഇല്ലേ, അത് വെള്ളത്തിൽ പോണയാണ്. അവരെന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം വീടിന്റെ റെന്റ് അടയ്ക്കുകയാണ് അവര്. അസറ്റ് അത്. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഒഴുക്കി വിട്ടു, ആ രീതിക്കാണ് നമ്മുടെ കാശൊക്കെ പോണേ. പക്ഷെ നമുക്കവിടെ കുറച്ചല്ലേ ഉള്ളൂ. ഇതിപ്പോ ഇത് ഒലിക്ക് മാസം മാസം ഉത്തരവാദിത്തത്തിൽ. എക്സാക്ട്ലി. അപ്പൊ അത് സ്വന്തം വീടായില്ലേന്നാ ഞാൻ ചോദിക്കുന്നത്. അത് ശരിയാണ്, സ്വന്തം വീടെന്ന് പറയാൻ പറ്റില്ല. ഒരു സമാധാനത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. അബ്ദു ഒരു മാസം പണിക്ക് പോയിക്കില്ല, പിന്നെ എങ്ങനെ മാസം 6,000 അടക്കുക? 6,000 10 രൂപ അടക്കുക. റെന്റ് നമ്മൾ ചെറിയൊരു എമൗണ്ട് അല്ലേ വരുന്നുള്ളൂ, 1,000 1200 അല്ലേ വരുന്നുള്ളൂ. ബാക്കിയുള്ള പൈസ നമുക്കൊരു 8 രൂപ ബേസ്മെന്റ് മൊത്തം എടുത്തു. അപ്പൊ ഇപ്പോഴത്തെ റേഞ്ച് വെച്ചിട്ട് നല്ലൊരു വീടാണെന്ന് കൊണ്ടേല് $2,500 വരും. നല്ലൊരു ബേസ്മെന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ $6,000 എന്ന് പറയുന്നത് മിനിമം ഒരു എനിക്ക് തോന്നുന്നുണ്ട് 500K 700K ഒരു വീടായിരിക്കും അവർ 6,000 അടയ്ക്കുന്നുണ്ടെങ്കിൽ. അതിന്റെ കൂട്ടത്തിൽ അവർ ഡൗൺ പേയ്മെന്റ് ഇട്ടിട്ടുണ്ടാവും. എത്ര അത് 200K വരെ ഇട്ടിട്ടുണ്ടാവും. 200K ഒന്നും ഇടാണ്ട് ഇപ്പൊ കിട്ടൂല. 20% ഇടാണ്ട് അവർ വീട് തരത്തില്ല. അങ്ങനെ ഉണ്ട്. ഇനിയല്ല, ഡൗൺ പേയ്മെന്റ് കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ പ്രൈസ് പ്രീമിയം കുറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ മാസം കൊടുക്കുന്നത്. ആ ഒരു രീതിക്ക് ഇപ്പം എങ്ങനെ നോക്കിയാലും നമ്മുടെ സ്വന്തം വീടിന് കാശ് കൊടുക്കുന്ന കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാസം ഒരു 8 രൂപയൊക്കെ ഇവിടെ ജോലി എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു
ഒരു കുഞ്ഞനും ഒരു 2 കുട്ടികളും ഒരു ഭാര്യയും ഭർത്താവാണ്. ഒരു ബേസ്മെന്റ് 1500 കൊടുത്ത് നിന്നിട്ട് ചെലവ് എല്ലാം കഴിഞ്ഞാൽ 1500 വണ്ടീൻ്റെ അടവെല്ലാം കൊടുത്ത് അതിൽ 3,500 4 കൂട്ടിക്കോ മാക്സിമം. ബാക്കിയുള്ള 4 റുപ്യ സേവ് ചെയ്ത് പോയാൽ നാട്ടിലേക്ക് എന്തെങ്കിലും ആക്കിയിടാൻ പറ്റും. അല്ല മറ്റേത് 55 വയസ്സ് വരെ ലോക്കാണ്. 55 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം വീട് എന്ന് പറയും. ഇതിപ്പോ അടിച്ച് ഇങ്ങനെ കണ്ടിന്യൂ 55 ജീവിതം നല്ല കാലം പോയിട്ട് ഒരു വീട് സ്വന്തമായിട്ട് ഇട്ടിട്ട് എന്ത് കാര്യമാണ്? ആരോഗ്യമുള്ള സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കും, കുറച്ച് പൈസ സേവിങ്സ് ഉണ്ട്, അത് നാട്ടിൽ എന്തെങ്കിലും വരുമാനം കിട്ടി അതിനൊരു വരുമാനം വരും. ഇത് 55 വയസ്സ് വരെ ഇങ്ങനെ അടക്കുക 6000 വെച്ചിട്ട്. 55 വയസ്സായി നല്ല കാലമെല്ലാം കഴിഞ്ഞ് വീട് സ്വന്തമായി നിരാച്ചോ. 60 വയസ്സിന് മരിച്ചോ ആയിരിക്കുവാണ് ഈ വീട്. നാട്ടില് ഇപ്പം തന്നെ ഈ $4000 ഒരു മാസം സേവ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് $4000 എന്ന് പറയുമ്പോൾ 2.5 ലക്ഷം രൂപ. അപ്പോൾ ഒരു വർഷത്തേക്ക് 25 ലക്ഷമായി. 4 വർഷത്തേക്ക് 25 വെക്കുമ്പോൾ 1 കോടി റുപ്യയായി. ഇല്ല, അവര് ഒരു വയസ്സായ അവര് ജോലി ചെയ്ത് അവര് രൂപത്തിൽ അങ്ങ് ആവും. പക്ഷെ നമുക്ക് ഒരു 25-26 വയസ്സിൽ ഒരു 35 വയസ്സ് വരെ ഇങ്ങനെ 10 കൊല്ലം ഈ പൈസ സേവ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 25 തരുമ്പോൾ 4 വർഷത്തേക്ക് 1 കോടിയായി. 2 കോടി റുപ്യക്ക് നാട്ടിൽ എന്തെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടായിട്ടോ അല്ലെങ്കിൽ ചെറിയ സ്ഥലം വേണ്ടി വരുമാനമോ ബിൽഡിങ്ങോ എടുത്തിട്ടാൽ അതിൽ നിന്ന് റെൻറ്റ് വരും 50,000-80,000. അതിൽ നിന്നൊരു പൈസ ഇങ്ങനെ കൂടി പോകും അക്കൗണ്ടിൽ നിന്ന് തൊട്ടിക്കില്ലെങ്കിൽ. പിന്നെ നമ്മൾ 35-40 വയസ്സ് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി സെറ്റാണെന്നാണെങ്കിൽ നമുക്ക് എന്താ പറയുക, സുഖമായിട്ട് ജീവിക്കാനുള്ള വരുമാനം നമുക്ക് അതിൽ നിന്ന് വരും. പിന്നെ നമ്മൾ ജോലിക്ക് ഇവിടുന്ന് പോകുന്നുണ്ടല്ലോ. ഇത് 55 വയസ്സ് കഴിഞ്ഞിട്ടില്ലല്ലോ നമ്മൾക്ക് ഒരു വീട് സ്വന്തം ആവുന്നത്. നല്ല കാലം ജീവിതം ഒന്നുമില്ലല്ലോ. 55 വയസ്സ് വരെ നമ്മൾ ഒരു സമാധാനം ഇല്ലാണ്ട് പണി കൊടുക്കും പോലെ പണിക്ക് പോവുക. അങ്ങനെ വയസ്സൊക്കെ ആയിട്ട് പിന്നെ എന്തിനാണ് വീട്? ഒരു മാസം മുടങ്ങിയാൽ പിന്നെ പിറ്റേത്തെ മാസം അവർ പറഞ്ഞ എത്രയോ പൈസ കൂടുതലല്ലോ അടക്കണ്ടേ പലിശ. ആ എന്നോട് ഇതൊക്കെ പറഞ്ഞാണ്. അതിപ്പോ നമ്മള് എന്നുവെച്ചാല് ഈ നമ്മൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ലേ, അത് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് റേറ്റ് മാറി നമുക്ക് അന്നേരം എത്രയാണോ റിവൈസ്ഡ് ആയിട്ടുള്ളത് ബ്രിഡ്ജ് ടു US. ഇതില്ലാന്നോ ഞാൻ അതെന്നടാ അവിടുന്ന് എന്നെ പിടിച്ചത് കപ്പിയത്. അതിനല്ലേ നിങ്ങളുടെ നേരത്തെ അവിടുന്ന് പിടിച്ചിട്ടാണ് നമ്മൾ രജ ഇതിലൂട്ട് വന്നിട്ട് ഹൈവേ ഒക്കെ കയറിയത്. ഇവിടുന്നൊക്കെ രജ കരിയേനും അല്ലേ? എവിടെ കേറിയതില്ല, കേറിയിട്ട് പിന്നെ എറിയില്ലേ. അത് ഇതിലാണ് നമ്മൾ പോയത്. ആ പാലത്തമ്മലോട്ട് ഞാൻ എന്ത് ഉണ്ട ഓടിച്ചിട്ടാണ് പോയത്. അവിടുത്തെ എന്റെ പഠിച്ചോനെ തിരിക്കാനും പറ്റില്ല, ഒരു വണ്ടി പോകാനുള്ള സ്പേസ് മാത്രമേ. അതുമെന്നാണ് ലാസ്റ്റ് എൻഡുമെത്തുമ്പോ മിലിറ്ററി. അതെ, ഇത് പാലം ഒരു വണ്ടി അങ്ങോട്ട് പോകാനും ഒരു വണ്ടി ഇങ്ങോട്ട് വരാനും സ്പേസാ. തിരിക്കാൻ പറ്റൂല, നേരെ ചെന്ന് മുട്ടും അവരെ വായില്ല. ഓരോരുത്തർക്ക് വീട് വാങ്ങേണ്ട ഓരോരോ അഭിപ്രായം ഉണ്ടാവും. അബ്ദുവിനെ പോലത്തെ അഭിപ്രായം അങ്ങനെ ഉണ്ട്. അതായത് എൻ്റെ സ്വന്തമായിട്ടുള്ള വീട് അങ്ങനെ ഉണ്ടാവും ഓരോരുത്തർക്ക്. എൻ്റെ ചിന്താഗതി പറഞ്ഞാല് എനിക്ക് പ്രോപ്പർ ഒരു സാധനമുണ്ട്. ഇപ്പൊ ജോർ ഭായ് പറഞ്ഞ അതല്ല എൻ്റെ പ്ലാൻ. ഞാൻ ജസ്റ്റ് പറഞ്ഞ ആ ഒരു സജഷന് ഞാൻ ഒരു മറുപടി പറഞ്ഞതാണ്. എൻ്റെ പ്ലാൻ വേറെ എനിക്കതല്ല, എനിക്ക് ഈ പലിശയിലോട്ട് ചെയ്യണ ഒരു പരിപാടി എനിക്ക് വീട് വാങ്ങിക്കാൻ പറ്റൂല. അതല്ല ഞാൻ അങ്ങനെ പറയല്ല, പലിശയിലോട്ട് നമ്മളിത് വാങ്ങിക്കില്ല. എനിക്കറിയാം അതിന് വേറെ രീതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബാങ്ക് ഉണ്ട്, ഞാൻ കണ്ടായിരുന്നത് നമ്മുടെ കെനഡി റോഡിൽ തന്നെ. അത് റോഡില് പലിശ ഇല്ലാണ്ട് വീട് വാങ്ങിക്കാന്നുള്ള രീതിയിലൊക്കെ കുറെ എന്താ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടു. ഇവിടുത്തെ ഇമാമും ഉസ്താദുമാരൊക്കെ വീട് വാങ്ങിക്കണമല്ലോ, എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഫസ്റ്റ് ഫോക്കസ് ചെയ്യാ നല്ല സമയത്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടില് അതായത് ഞാൻ മരിക്കുന്നോളം 75-80 വയസ്സ് വരെ ഇവിടെ ഒരു പൈസയും കൊടുത്തിട്ട് മാറുന്ന ഒന്നുമില്ല. നാട്ടിലെ ഖബർസ്ഥാനിലെ പള്ളിയിൽ നമ്മളെ മല്ലിലെ മറയത്ത് കണ്ട് നമ്മളെ കുടുംബക്കാർക്കുള്ള പോയിട്ട് എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാം. ഇവിടെ ആർക്ക് വരാൻ ആര് കാണാനാ? എൻ്റെ ഒരു ആഗ്രഹം മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് നാട്ടിൽ കൊണ്ടുപോകാൻ. ഞാൻ രജനാണ് പറയും ഒക്കെ ഇപ്പം തന്നെ മയ്യത്ത് മരിക്കുന്നതെന്ന് പറയും എന്നോട്. ഞാൻ പിന്നെ പറയലല്ലേ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, ഈ മയ്യത്തിന്റെ നമ്മളൊരു മയ്യത്ത് അയക്കാൻ എത്ര മണി നടക്കണമെന്നാണ്. അതൊക്കെ ശരിയാണ്,
പക്ഷേ അതിപ്പോൾ നമ്മൾ സാഹചര്യം നോക്കിയിട്ടല്ല നമ്മൾ പഠിച്ചോ കണക്കാക്കി എവിടെയൊന്നും അറിയില്ലല്ലോ. അത് ശരിയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് നീയത്തല്ലേ വേണ്ടിയത്. അപ്പോൾ എൻ്റെ ആഗ്രഹം മരിച്ചിക്കണം എനിക്ക് നാട്ടിൽ എൻ്റെ സ്വന്തം പള്ളിയിൽ മയ്യത്ത് കവറാട് ആക്കുവാനാ. അപ്പോൾ ഇവിടുന്ന് ആര് കാണാനാ? ഒന്നുമില്ലെങ്കിൽ ഇവിടെ നമ്മളെ മക്കൾ നമുക്ക് എനിക്കെല്ലാം കുട്ടികളെല്ലായി, കുട്ടികളും ഓരോ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. കുട്ടികൾ ഇനിയത്തെ കാലത്തുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും നമ്മൾ വളർത്തും പോലെ ഉണ്ടെങ്കിലും ഓലൊക്കെ ഒന്നോ 2 മക്കളുണ്ട്, ഓല വന്ന് അവരെ നോക്കുമായിരിക്കും. കുടുംബക്കാരോ ഇവിടെ ഇല്ല, ആരുമില്ല, ആരും അതിൻ്റെ ഇന്ന്. അപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്കൊരു ബന്ധുക്കളും കുടുംബക്കാരും ഒരു കവറും പുറത്ത് പോകുന്ന ആൾക്കാരും എല്ലാവരും നല്ല പറയുന്നത് ഒരു ഇതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നാട്ടിൽ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്ന രൂപത്തിൽ ഫസ്റ്റ് ഞാനാക്കും. USA വീട് റജ ഇപ്പോൾ നമുക്ക് വാങ്ങണൊക്കെ 3-4 കൊല്ലം കൊണ്ടെന്നൊക്കെ കുറച്ച് പൈസ കൊടുത്തിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവളെ കല്യാണം കഴിച്ചിട്ട് ഗോൾഡും ഉണ്ടാവില്ല, അതിൻ്റെ പൈസയും കൂടി സേവിങ്സും ഒക്കെ ആക്കിയിട്ട് അവളെ പ്ലാനാണ്. ഇതൊക്കെ എനിക്ക് അറിഞ്ഞുകൊണ്ടിരുന്നല്ലോ. പക്ഷേങ്കിൽ ഞാനിപ്പം തന്നെ തലയിൽ കുറച്ച് ഉത്തരവാദിത്തം വലിയതാക്കി എടുക്കൂല. വീട് വാങ്ങിയിട്ട് പിന്നെ സമാധാനം ഇല്ലാണ്ട് എപ്പോൾ അടുക്കും 55 വയസ്സായിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ വീടായിട്ട് ഞാൻ ഒരിക്കലും എടുക്കൂല. ഞാനെന്താ പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് വരുമാനം കിട്ടുന്നു. പണിയെടുക്കാണ് വീട്ടിൽ കിടന്നാലും ഉറങ്ങിയാലും ഒരു കൊല്ലത്തേക്ക് പണിയെടുത്ത് മാസം ഒരു ബിൽഡിംഗ് മുന്നൊരു വരുമാനം വരും. അത് സമാധാനത്തിൽ നിൽക്കാമല്ലോ. പണി തന്നെ എത്ര കാലം എത്ര കീഴിൽ പണിയെടുക്കുക. ഈ ആമസോണിൽ ഞാൻ പണിയെടുക്കുന്ന ഈ മറ്റേ അവനിക്കുള്ള പൈസ അല്ലേ, അവൻ്റെ ഓരി ഇപ്പം അവൻ കൊടുത്തെന്നാണ് പറഞ്ഞപ്പോൾ. ആമസോണിൻ്റെ ഓരി അവന് 80% വേറെ ടീംസിന് കൊടുത്ത്. വേറെ ഏതൊരു വലിയൊരു അയാളിപ്പോൾ ഒരു എന്തോ ഒരു ഇതിലാണ് അയാൾക്ക് പൈസ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ കൺട്രോളൊക്കെ ആ കമ്പനിയാണ്. അപ്പോൾ നമ്മളൊക്കെ പട്ടിപ്പണി എടുക്കുന്നതൊക്കെ ഇവർക്ക് വേണ്ടിയിട്ടല്ലേ. നമുക്കൊരു നിശ്ചിത പൈസ അല്ലേ മാസം തരുന്നുള്ളൂ. കമ്പനി സെല് ചെയ്തിട്ട് ഇത്ര % ഇക്വിറ്റി വെച്ചിട്ടുണ്ടോ? അടിപൊളിയല്ലേ അല്ലേ. ഞാൻ ഉറങ്ങിയോ? നമ്മുടെ നാട്ടിലായാലും ബിസിനസ് ചെയ്യുന്ന നല്ല പൈസ ഉണ്ടാകും. നാട്ടിൽ പെട്ടെന്ന് പോയി തുടങ്ങിയാൽ ക്ലിക്കാവും ഞാൻ പറയുന്നില്ല. എന്നാലും തുടങ്ങുമ്പോൾ പിടിക്കുമ്പോൾ ഒക്കെ എക്സ്പോർട്ടിങ് അങ്ങനെയൊക്കെ. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് നല്ല സംഭവം. കാരണം ചില പഠിക്കണം. അതായത് ഇവിടെ ജമാഅത്തിന് ഇവിടെ നമ്മുടെ പള്ളിയുടെ അടുത്തൊരു ഇത് വന്നായിരുന്നു, തബ്ലീഗിൻ്റെ. അപ്പോൾ ഞാനൊരു ഇന്ത്യക്കാരെ പരിചയപ്പെട്ടായിരുന്നു, പാകിസ്ഥാനിയാണെന്ന് തോന്നുന്നു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഒരു മലയാളി പുള്ളിയുടെ ഒരു സുഹൃത്താണ്, ഒരു ജമാഅത്ത് പ്രവർത്തകനാണ്. അങ്ങനെ ഒരു ജമാഅത്തെ കൂടെ മലയാളി. പക്ഷേ പുള്ളിക്കാരൻ അമേരിക്കയിലാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. പുള്ളിയുടെ ജോലി എന്ന് വെച്ചാൽ മാങ്ങ എക്സ്പോർട്ട് ജോലിയാണ്. മാങ്ങ നാട്ടിൽ നിന്ന് പുള്ളി അതൊരു ബിസിനസ്സാണ്. പുള്ളിക്ക് അങ്ങനെ പലതരം നമ്മൾ ചായ കുടിക്കാൻ പോകുമല്ലോ ഹൈദരാബാദ് പാലസ്, അത് അവർ ഈ ഫുഡൊക്കെ ഉണ്ടാക്കണമായിരുന്നു. അവരുടെ ഭാര്യയും ഉണ്ടാക്കണം. ഒരു പാർട്ണർഷിപ്പാണ്. ഈ പപ്സ്, സമൂസ, പിന്നെ ഹൈദരാബാദ് ബിരിയാണി. ഇതാ മറ്റേ സാധനം ലോഡ്ജ് ലോഡ്ജ് അല്ലേ, റിസോർട്ട്. ഓക്കെ. ഇത് നമ്മളപ്പുറത്തൂടെ വന്ന US അല്ല അത്. ഇത് തന്നെ.
ഇന്ത്യയൊക്കെ ഇങ്ങനെയൊക്കെ ആണ്ടിക്കൊണ്ട് എത്ര കാലം കഴിയണോ? ആവൂല ആവൂലല്ലേ? കാരണം അവരുടെ പ്രകൃതം തന്നെ വേറെ. അതെ. കാനഡ ഡെവലപ്ഡ് കൺട്രി അല്ലേ? യുഎസും ഡെവലപ്ഡ് കൺട്രിയിൽ എത്ര രാജ്യങ്ങളുണ്ട്? UK, US, കാനഡ, ജർമ്മനി, ദുബായ് ഉണ്ടാവും. ചൈനയും ജപ്പാനും ഡെവലപ്ഡ്. US ഉണ്ടാവും, കാനഡ ഉണ്ടാവും, റഷ്യ ഉണ്ടാവും അല്ലേ? ഈ ദുബായ് ഉണ്ടാവില്ലേ? ഖത്തർ ഉണ്ടാവും. ഇന്ത്യയൊക്കെ ഡെവലപ്പിംഗ് അല്ലേ? ഡെവലപ്ഡും ഡെവലപ്പിംഗും അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടല്ലോ? അണ്ടർ ഡെവലപ്പിംഗിൽ കുറെ എല്ലാ കൺട്രിയും ഡെവലപ്പിംഗ് എന്നാണ് പറയണത്. പക്ഷേ അണ്ടർ ഡെവലപ്പ് എന്ന് പറയുമ്പോൾ പണ്ട് പറയുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കണം US പറഞ്ഞ വഴിയാണ്. ഇവിടെ ഒരു ബേർഡ് കിങ്ഡം എന്ന് പറഞ്ഞ സ്ഥലമാണ്. എൻ്റെ വെടിക്കെട്ട് സ്ഥലമാണ്. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ബട്ടർഫ്ലൈൻ്റെ ഇത് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഒരു സാധനത്തിനകത്തോട്ട് പോയി അതിനകത്ത് മൊത്തം കിളികളും അതെല്ലാം പറന്നു. ഇതിലൊക്കെ ഞാൻ കറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓർമ്മയുണ്ട് കണ്ട വഴിയൊക്കെ. അതെന്താ മാപ്പ് നോക്കിയാൽ മാപ്പിലെ വിട്ട് പിന്നെ മാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ പോയത്. മാപ്പ് ഇട്ടാൽ തിരിച്ചും വന്നത്. പക്ഷെ അങ്ങ് വായിലങ്ങ് ആയിപ്പോയതാ റോഡ് കയറിയിട്ട്. പക്ഷെ അന്ന് പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് വണ്ടിയിലോട്ട് എടുക്കേണ്ട പരിപാടി വിസ ഉണ്ടല്ലോ, മനസ്സിലായോ? വിസ കിട്ടിയിട്ടാണോ ബ്രോ പോയത്? ആ പക്ഷെ നമുക്ക് അന്നേരം ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ സ്കാർബ്രോ ബിരിയാണി 2 സിൽവർ സ്പൂൺ 2 മടി ഇവിടെ ചെറുങ്ങനെ എന്താ മേടിക്കണം കഴിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് എവിടെ വീട്ടിൽ നിയാസ്ബയുടെ വീട്ടിൽ പോയി കഴിക്കും? ഇല്ല, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചു. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും റാപ്പ് കഴിച്ച് നമുക്ക് വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് നിങ്ങൾ എല്ലാവരെയും കൊണ്ടങ്ങ് വിട്ടാൽ പോരെ. വേറെ ഇറങ്ങൊന്നും വേണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇതാ പറഞ്ഞ ബേർഡ് കിങ്ഡം. ഇതിനകത്തോട്ട് നമ്മൾ ഇതെല്ലാം മറ്റേ ബ്രിഡ്ജ്. ഇതാ ഏത് വീട്ടിൽ പോസ്റ്റ് ചെയ്ത് നമ്മളിവിടെ നാഗിൽ വന്നപ്പോൾ ഒരു കപ്പൽ എന്തോ അത് ഞാൻ മാറ്റി തന്നു നോക്കി കണ്ടില്ല. അവിടെ ഉണ്ടോ എപ്പോഴും?
ഉറങ്ങിയോ? നാഗറാണെന്നില്ലേ? ആ കേറുന്ന സ്ഥലമാണ് അബ്ദു, ഐസ്ക്രീം കിട്ടുന്ന സ്ഥലം. ഇവരെല്ലാവരും ഇവിടെ ഇപ്പൊ ഇവിടെ തിരക്കാല്ലേ ഇവിടെ അല്ലേ? മൺഡേ ടു ഫ്രൈഡേ രാവിലെ ഒന്നും തിരക്കാണ്. ഞാൻ തിരക്കില്ലായിരുന്നു. സമ്മർ ആയോ അബ്ദു? നല്ല ക്ലൈമറ്റ് കൊണ്ട് ആളുകൾ വരും. സൺഡേ ആയതുകൊണ്ട് വരുമല്ലോ. മോസ്റ്റ് പഞ്ചാബീസിനെ കാണാൻ വരാൻ കിട്ടും. പാർക്കിംഗ് ഫീ ഒന്നും ഇല്ലാണ്ട് ഇവരല്ലേ അല്ല, ഓരോ ആൾക്കാരോട് പൈസയും മേടിക്കാണ്ട് ഫ്രീ ആയിട്ട് എല്ലാവരും ഇവിടെ നിങ്ങൾ ഫീ ഒക്കെ വെച്ചാൽ മതി, നല്ല പൈസ. പക്ഷെ ആൾക്കാരെ വരുത്തുണ്ടാവില്ല അല്ലേ? കൊണ്ടുവരണുണ്ടോ ഒരു കയറിൽ ഇവിടെ നടന്നതേ, ഒരാളിങ്ങനെ നടന്നിട്ടുണ്ട് നയഗ്രയില്. അല്ലെങ്കിൽ പറഞ്ഞത് റോക്കറ്റ് പുള്ളിയുടെ സ്റ്റാച്ചു എടുത്ത് അതൊന്ന് മാറ്റിയത് നമ്മൾ തന്നെ ഈ ഇടയ്ക്ക് പോയപ്പോ കണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഒന്നും കണ്ടല്ലേ, 2020 വന്നപ്പോ കണ്ടിട്ടുണ്ട്. റീസൺ മാറ്റിയേ എന്താ അയാളൊന്നും ചെയ്തോ? അയാൾ മരിച്ചുപോയോ? ഇല്ല. അയാളെ അമ്മ മരിച്ചുപോയി. അയാളെ അമ്മ ഇവരെ പാരമ്പര്യമായിട്ട് ഇവര് ഇങ്ങനെ നടക്കണ പരിപാടിയാണ്. അല്ല അയാൾ ഇപ്പൊ ഉണ്ടോ? ഇപ്പോഴും അമ്മ മരണം, അപ്പൂപ്പൻ മരിച്ചു. അയാൾ മേടിച്ചിട്ടിടാൻ രാജ്യത്തേക്ക് ഇവിടെ ഒന്ന് വണ്ടിയിടാൻ പറ്റും. കറങ്ങിപ്പോയിട്ട് അവിടെയാണ്. അയാൾ മരിച്ചിട്ട് വിടാൻ രാജ്യത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങള് കപ്പല് പറഞ്ഞില്ലായിരുന്നോ? തോ കിടക്കണുണ്ടോ ഒരു ബ്രൗൺ കളറില് ചരിഞ്ഞ് കിടക്കുന്ന അതാണ് കപ്പൽ. എങ്ങനെയാ സംഭവം? അവിടെ നിന്നൊരു വണ്ടി കപ്പല് വന്നിട്ട് കപ്പൽ വന്നിട്ട് അബ്ദു കപ്പൽ വന്നിട്ട് അത് ഷിപ്പ് റെക്കായി പോയത്. ഓ മരിച്ച ആള് ആൾക്കാർ മരിക്കൊക്കെ ചെയ്തു. ആൾക്കാരൊക്കെ രക്ഷപ്പെടുത്തിയായിരുന്നു. പക്ഷെ കപ്പൽ അവിടെ സ്റ്റീല് മെറ്റലല്ലേ, അത് അയൺ എന്തോ ആണ് ഷിപ്പ്. അത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാണ്ട് അതവിടെ പോയി. അവിടുന്ന് അടുത്തൊക്കെ വരുന്ന കപ്പല് അതിന്റെ താഴെ വലിയ വെള്ളം പോകുന്ന സ്ഥലമല്ലേ? ഡേഞ്ചർ അല്ല. പക്ഷെ അങ്ങോട്ട് പോയില്ല, മനസ്സിലായ? ഇവിടെ ടിക്കറ്റ് എടുക്കണോ? അല്ലല്ല, അത് ഡെയിലിയാ. അവർലി എടുക്കണോ? 35 കേറട്ടെ. വേണ്ട കേറണ്ട. സീരിയസ് ആയിട്ട് പറയാം, കളിക്കല്ലേ. ഞാൻ ഫ്രണ്ടിൽ നിൽക്കാണ്. എന്താ ചെയ്യണ്ടേ? പോവാ, പെട്ടെന്ന് പറ പ്ലീസ്. നമ്മൾ അവിടെ പുറത്തുണ്ട്, അവിടെ പൈസ ഇല്ലാണ്ട് നമുക്ക് അവിടെ എടുക്കാം. പെട്ടെന്ന് പറയാൻ അതുകൊണ്ടാണ് വേണ്ട പോവാ, പെട്ടെന്ന് പറഞ്ഞു. ഒരാൾ മാത്രം പൈസ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് അപ്പുറം ഫ്രീ ആയിട്ട് വെക്കാം. നമ്മൾ കയറുന്ന അവിടെ നമ്മൾ ഫ്രീ ആയിട്ട്. ഫ്രീ അല്ല അത് മറ്റേ നമ്മുടെ വീടിന്റെ സൈഡിലൊക്കെ നടന്ന് ദൂരെ കൊണ്ട് വെക്കുന്ന. അങ്ങനെ വെക്കാമെങ്കിൽ വെക്കാം, എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് നടക്കാനൊക്കെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നടക്കാം. എനിക്ക് തോന്നുന്നു അവർലി എത്ര രൂപ ഉണ്ടാവും? അത് ഡെയിലിയാ. എനിക്ക് വിഷയമൊന്നുമില്ല. നിങ്ങളെ വെറുതെ പൈസ കളയുന്നതിനാ വിചാരിച്ചിട്ടേ. ഫുഡിന് ഇനി വേണം, ഇതൊക്കെ എന്തിനാ പൈസ കുറേ പാർക്കിങ്ങിന് പൈസ കൊടുക്കുന്ന വിചാരിച്ചിട്ട് ഒരു കാര്യമില്ലാണ്ട്. ഞാൻ എനിക്കിപ്പോൾ കാണുന്നത് പക്ഷെ കണ്ടന്റ് തന്നെ കണ്ടിട്ട് ഇവിടെ കുറേ വന്നതല്ലേ.
ഇതെന്നാ എന്തോ പാർലമെന്റ് പോലത്തെ ഒരു ബിൽഡിംഗ്. ഇത് വാട്ടർ ട്രീറ്റ്മെന്റ്. പോവല്ല വീട്ടില്. എൻ്റെ അടുത്തൊരു ഡിസിഷൻ അറിയിക്കാമോ? ഇങ്ങനെ തിരിച്ചിട്ട് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ഐസ്ക്രീം മേടിക്കാൻ പറ്റുമോ? കേരളത്തിൽ ഇവിടെ നമ്മൾ അകത്ത് ഇറങ്ങി എവിടെ? നമ്മൾ താഴെ ഇറങ്ങി ഇവിടെ അല്ല, അത് കുറച്ചപ്പുറം. മെച്ചമുണ്ട് കേട്ടോ. അടുത്ത മാസം ഒരു 20-ന്റെ മുന്നേ ആയിട്ട് നമുക്ക് പെരുന്നാളിൻ്റെ തീരുമാനിച്ച സ്ഥലത്ത് പോയാലോ? നമ്മളൊരു സ്ഥലത്ത് പോകണമെന്നാണെങ്കിലോ? അത് അവിടെ എനിക്ക് പറയാം. അതാണ് പറഞ്ഞത്. 103 കൊല്ലമായിട്ട് അത് അവിടെ തന്നെ കിടക്കും. 2-3 കൊല്ലം മുന്നേ അത് എത്രയോ ഒരു 10 സെന്റിമീറ്റർ എന്തോ മൂവ് ചെയ്തല്ലേ, അത്രേ ഉള്ളൂ. ആരും മരിച്ചിട്ടൊന്നും ഇല്ല അല്ലേ? ഇല്ല, അത് ജസ്റ്റ് കപ്പലാണ്. ഇത് വേറെ ആൾക്കാർ വന്നതാണല്ലോ, ദൂരം അവിടെ വന്നതാണല്ലേ? അങ്ങനെ എനിക്ക് അതിന്റെ കറക്റ്റ് ഹിസ്റ്ററി അറിഞ്ഞൂടാ. പക്ഷെ അവന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് ആ അറ്റത്ത്. വീഗോ എന്ന് പറയുന്ന ബസ്സാണ്. ഞാൻ പറഞ്ഞുതരാം. മെയ് 19 എൻ്റെ ബർത്ത്ഡേയാ. അപ്പോൾ 19 പറയുമ്പോൾ സാറ്റർഡേയാ, സോറി സൺഡേയാ. ഈ ലെഫ്റ്റ് എടുക്കണോ? പാർക്കിങ് നിങ്ങൾ പറയേ, നമ്മൾ അങ്ങനെ പോയാൽ പോരെ? ഐസ്ക്രീം മേടിച്ചിട്ട് പോയാൽ പോരെ? ഷൂട്ട് ചെയ്യണം നിങ്ങളെ ഇഷ്ടം പോലെ. ഞാൻ എൻ്റെ അഭിപ്രായം പറയണ്ട. ചെറിയ ചാർജ് ആണെങ്കിൽ കയറ്റിക്കോ. കണ്ടിട്ട് കുറച്ചൊരു അല്ലേ? നൈഗ്ര ഫാൾ ഇത് ഒരു ഷേപ്പാക്കിയതാണ്. എൻ്റെ പേസ് ബാക്കിലല്ലോ, പേസ് ബാക്കിലല്ല. എൻ്റെ പേസ് ബാക്കിലല്ല. ട്രാപ്പ് ചെയ്യാനല്ലേ? 5 മണി.
നാട്ടിലൊക്കെ ഉണ്ടാവും എന്ത് വ്യൂ ആയിരിക്കും ട്രൈപോഡ് എടുക്കണോ അവന് ആൾക്കാർ മൈൻഡ് ചെയ്യണ്ടല്ലേ? അതൊന്നും കുഴപ്പമില്ല, ആൾക്കാരൊന്നും മൈൻഡ് പോലും ചെയ്യണ്ട. രാത്രിയല്ലേ ഇവിടെ ലൈറ്റിന്റെ പരിപാടി അല്ലേ? റെയിൻബോ നോക്കി ഞാൻ പറയുന്നതല്ലടാ, ഇതൊക്കെ രാത്രി കാസിനോ ഹോട്ടലൊക്കെ ഭയങ്കര ഭയങ്കര വൈബായിരിക്കും ഇവിടെയൊക്കെ താമസിക്കുമ്പോഴേ. താമസം തന്നെ $100 ഞാൻ മറ്റേ ഇത് ഈ സാധനല്ലേ ടവർ ഹോട്ടൽ അതിൽ താമസിച്ചിട്ടുണ്ട്. $100 ഉള്ളൂ. $100 കുറവല്ലേ ശരിക്കും? $100 ഒരു നൈറ്റിന് $100. അത്ര അത് കുറവല്ലേ? മോൺട്രിയാലിൽ നിന്ന് ഹോട്ടലിൽ $113 ഒരു ഡേയാ. ഫുഡ് കിട്ടുമോ? വേറെ പോകുമ്പോൾ $88 ഫുഡ് കിട്ടുമോ? ഒരു $88 ലാഭമാണ് ഒരു ദിവസം. അതിനനുസരിച്ച് ക്വാളിറ്റി കുറയും. മറ്റേ $112. നല്ല ഡിക്കിങ് പ്രൈസ് എടുക്കണം. തുറന്നോ ഇപ്പൊ തുറക്കാം. ഓരെവിടെ അല്ലെങ്കിൽ എവിടെ നിൽക്കണ്ടേ ചോദിച്ചു കണ്ടോ? നമ്മൾ കണ്ടോ? ഓക്കെ എന്തായാലേ അതിന്റെ സൗണ്ട് വെക്കുക. ഏത് പുറമുള്ളതാണ്? ഇതാണോ? They tell me why soccer is watched more internationally than basketball, right? That's what I thought. Is it 35? Yeah. Oh, 35? Wait. Okay, give me one, please. He's also a soccer fan. He plays soccer. Who's your team? $50. You guys support MLS team? അല്ല ഹോൾ ഡേ എന്നല്ലേ പറഞ്ഞു? $35. Yeah. He's a Man U. It's a good team. Different leagues. Where can I go? Can you help me, please? Max flat rate daily per Thank you, bro. You too. കട്ടെടുക്കവര് $35. ഒരു മണിക്കൂറിനോ? അല്ല ഹോൾ ഡേ $35 എന്നല്ലേ അല്ലേ? Daily 35. ഭയങ്കര പൈസയല്ലോ. അത് കട്ടെടുക്കുക പൈസ ചെയ്യാൻ പറ്റില്ല. പറഞ്ഞ് നമുക്ക് നേരെ അങ്ങ് പോവാൻ. പക്ഷെ നമ്മള് പെർ അവർ അല്ല കരുതുന്നത്. ഞാൻ പറ്റത്ത് $10 ഒക്കെ ഉണ്ടാവും. 35 നല്ല പൈസ. $10 നമ്മളന്ന് ചെറ്റത്തരം അവർ ചെയ്തത്. ഇതിപ്പോ മാറ്റിയതാണോ? ഇങ്ങനെ അടുത്തായതുകൊണ്ടാണോ ഇത്രയും ചാർജ് ചെയ്തത്? എന്നാൽ അവര് ഒരു ദിവസം ഫുൾ 24 hours വെച്ചാൽ 35 ആണോ? അങ്ങനെയാണോ? അപ്പൊ എപ്പൊ കയറ്റിയാൽ ഒരിക്കലും 35 അല്ലേ? സാറിയുടെ പോട്ടെ പോയ വഴി. പക്ഷെ നമ്മള് സാധാരണ വന്നപ്പോ അങ്ങനെ അല്ലായിരുന്നല്ലോ. നമ്മൾ സാധാരണ പാർക്കിംഗ് ഇവിടെ അല്ലല്ലോ, വേറെ സ്ഥലത്താണല്ലേ? അല്ല ഇവിടെ തന്നെ പാർക്കിംഗ്. അല്ലല്ലോ അബ്ദു, വേറെ സ്ഥലത്തല്ലേ? അല്ലടാ അവിടെ തന്നെ പാർക്കിംഗ്. അപ്പൊ അബ്ദു ഇപ്പൊ എന്തല്ലേ പേയ്മെന്റ് ചെയ്ത ഈ പാർക്കിങ്ങും പിന്നെ ഇന്നലെ എന്തോ പാർക്കിംഗ് ഇല്ലല്ലോ, ഓരോന്തോ പാർക്കിംഗ് ഇല്ലല്ലോ. ഇന്ന് രാവിലെ പേയ്മെന്റ് പാർക്കിംഗ് അല്ലേ? അവിടെ എത്രയാണ് ആയ? ഓക്കെ. പിന്നെ അബ്ദു ഒന്നും ചെയ്തില്ലല്ലോ. ഓക്കെ. പിന്നെ അബ്ദു ഇതിൽ ആഡ് ചെയ്യേണ്ട ഫുഡിന്റെ പൈസയേ ഉള്ളൂ അല്ലേ? ഫുഡിന്റെയും 2 പെട്രോൾ, ഇനി ഒരു പെട്രോൾ. ഓക്കെ.
ഏത് ഉച്ചവർക്ക് എല്ലാ പേരും കാണുന്നത്. എപ്പോൾ നോക്കിയാലും ഇവിടെ ആളാ. ഇവിടെ അല്ല അവർക്ക് ബിരുദമുണ്ടാവും. കണ്ടമാനം പഞ്ചാബീസിന്റെ പേരൻസ് വരുന്നുണ്ട് ഇവിടെ. ഓരോരുത്തർ അമ്മേനെ അച്ഛനെ പെങ്ങന്മാരെല്ലാം നോക്കിയിട്ട്. അപ്പോൾ അവർ വന്നിട്ട് കാണുന്നതാണ്. ഭൂരിപക്ഷം ആൾക്കാർ നോക്കുന്ന സർവേ നടന്നെങ്കിൽ ഇപ്പോൾ പഞ്ചാബാണ് ഇതിലുണ്ടാവുക. പഞ്ചാബുകാർക്ക് ഉണ്ടാക്കിയതാണ് ആഗ്ര. നമ്മൾ സ്കൈ ഷോട്ട് താഴെ വീടാണ്ടിരിക്കാനായിട്ട് നമ്മൾ ടാഗ് ഇട്ട് കെട്ടുകയാണ്. നമ്മൾ പൊട്ടുമ്പോഴേ ചിലപ്പോൾ ഒന്ന് പൊട്ടുമ്പോൾ ചിലപ്പോൾ താഴെ വീണ സൈഡിലേക്ക് പോകാനുള്ള സാധ്യത. അപ്പോൾ സേഫ്റ്റി ഫസ്റ്റ് ദെൻ നെക്സ്റ്റ് അല്ലേ. ഇവന്റെ ഇതിനാണെങ്കിൽ മില്യൺ വ്യൂസും അല്ലേ. എന്തൊക്കെ ഉണ്ടാക്കണുണ്ട്. വില്ലേജ് കുക്കിംഗ് ചാനലല്ലേ തമിഴ്. കോപ്പി ചെയ്ത് പുള്ളിയുടെ അപ്പൂപ്പനല്ലേ ഹാർട്ട് അറ്റാക്ക്. സുഖമായി സുഖമായി. എന്താ അയാളൊരു മാസത്തോളം ഹോസ്പിറ്റലായിരുന്നു. സുഖമായി, കുഴപ്പമില്ല. അയാളാണ് മെയിൻ ഹീറോ. വന്നിട്ടില്ല പുള്ളി ഇതുവരെ. അപ്പൊ വേറെ പുള്ളി വരും എന്ന് പറഞ്ഞു. അവര് ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടേല് പറഞ്ഞ് അപ്പൂപ്പൻ എല്ലാണ്ട് ചെയ്യുന്നതിൽ ക്ഷമിക്കണം, അപ്പൂപ്പൻ തന്നെ പറഞ്ഞ് ഇട്ടോളാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ. അവര് 22 മില്യൺസ് ആണ്. ഏറ്റവും കൂടുതലുള്ളത് അവർക്ക് തന്നെ അല്ലേ. പടങ്ങാളിത്തിന് അവിടെ മുകളിൽ വെച്ചിട്ട് ഭയങ്കര വെയിലല്ലേ. നമ്മൾ ന്യൂ ഇയറിന് വന്നപ്പോൾ അവിടെയാണ് വണ്ടി വെച്ച് അല്ലേ. ഫ്രീ ഉണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്കിന്ന് മടിയുണ്ട് ജോലിക്ക് പോകുന്നത്. ജോലിക്ക് പോകാൻ മടിയുണ്ട്. ഇത് ബാക്കി വെച്ചിട്ട് പോകും. ഇവിടെ അല്ലേ. ഞാൻ പറഞ്ഞ പാർക്ക് ഇതാണ് കേട്ടോ. രണ്ട് മിനിറ്റ് ഒന്നുമില്ല. താഴെ വരെ നടക്കും 10 മിനിറ്റ് ആവും. ഇവിടെ നിന്ന് താഴെ വരെ നടക്കും 10 മിനിറ്റ് ആവും. അത്ര വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് എത്തി നമ്മൾ. ഇവിടുന്ന് താഴെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ആയിട്ട്. പണക്കുട്ടികൾ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. ഇത് മരുന്ന് പണിയാണ്. വളരെ ശ്രദ്ധയോടെ
വെക്കായിരുന്നു. ഒരു പായസമൊക്കെ കുക്ക് ചെയ്യണത് വെക്കുന്നത് നല്ല രസമായിരുന്നു. മറ്റേ പെർഫ്യൂം ഒരു മൗണ്ട് ബ്ലാങ്ക് കേട്ടോ, അറിയാവോ? കമ്പനിയുടെ ഏത് പെർഫ്യൂമാണ്? വൈറ്റ് കളറുള്ള അറിയാവോ? വൈറ്റും ഉള്ള അടിപൊളിയാണ്, റെഡും ഉണ്ട്. Powered by Sunland Refined Sunflower Oil, പിസിപ്പില്ലാതെ யாரோ எங்கேயோ கேட்டு எல்லாமே சரியா அமைச்சு வச்சுட்டாங்கப்பா. இது வந்து இந்த மாதிரி கேள்விலாம் எவ்வளவு நேரம் ஆச்சுன்னு கேட்கறது. ரிசல்ட் எஸ் ஆர் நோ ஆர் നല്ല ആണോ? மணி அன்போடு காதலன் நான் பொன்மணி ഗണപതിയുടെ ചേട്ടൻ ഇവനോ? അവനല്ല മറ്റേ ചിരിച്ചില്ലേ ഡയറക്ടർ. ഗണപതി ആദ്യം എൻ്റെ ഒരു കൂട്ടുകാരോ ഞങ്ങളുടെ വീട്ടടുത്താണ് പണ്ട് ചെറുതില്. ഇതിലേ മറ്റേ രൺബീർ വരുന്ന അതെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു പാടുണ്ട് ചടക്ക് മേലെ, അത് ഒന്നും കൂടി ഇടാൻ പറ്റുമോ? ഇടും. മുപ്പത്തഞ്ച് ഭയങ്കര പൈസ ആയിട്ടില്ല. അപ്പൊ ഒറ്റ നല്ലൊരു ഒരു ദിവസം ഫുള്ള് വെക്കല. അതിന്റെ പുറത്ത് വെച്ചിട്ട് 10 ഉള്ളതോ 5 ഉള്ളത് മതി. വെച്ചാലേ ആ നമ്മൾ ഇങ്ങോട്ട് മറ്റേ ന്യൂ ഇയർ നടക്കണോ? Okay, இப்போ யாரு இந்த கேட்டகரி அவார்ட் வாங்குறாங்க? ஏவில பார்த்தலாம். Can we have the AV please? Entertainer of the Year 2023. Male. The winner is Siddharth. അറിയാവോ ഇലക്ഷൻ അറിയാമോ? പേപ്പറില് ഈ മാസം 28-ന് 26-ന് ജൂൺ 6 പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുക്കണ അതെല്ലാം 5 കൊല്ലമല്ലോ, 5 കൊല്ലം. അത് ഓരോരോ സംസ്ഥാനത്ത് ഓരോ ഇതാണ്. കേരളത്തില് 26-ന് ഒരൊറ്റ ഡേ വേണമല്ലേ എല്ലാം, അല്ലെങ്കിൽ ഓരോ ഇതാണ് അതിനനുസരിച്ച് പ്ലാൻ ചെയ്തൂടെ? അതിപ്പോ മോഡി പറഞ്ഞല്ലോ ഇനിയിപ്പോ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിലെ പ്രഖ്യാപനം. ഇനിയിപ്പോ അടുത്തതിനിപ്പോ ഇലക്ഷൻ ഉണ്ടാവില്ലേ? തോറ്റേനത് ഈ പിന്നെ അടുത്ത 35 കൊല്ലത്തിൽ നോക്കണം. കാരണം 35 കൊല്ലം എന്ന് പറഞ്ഞാൽ പിന്നെ BJP മൊത്തത്തില് അതിന് മിനിമം നീ മരിക്കുന്ന ഇയറ പറഞ്ഞു അങ്ങനെയല്ല, ഈ ഒരു പ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ പിന്നെ BJP ആയിരിക്കും ഇന്ത്യ മൊത്തം ഭരിക്കുന്നത്. അതല്ല അതിൽ 35 കണക്ക് 35 കിടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ടേമാണ്. അതായത് 10 വർഷം 5 വർഷം അവർ കൂടി മതിയാവില്ല, ജനത്തിന് മതി എന്ന് വെച്ചാൽ വെറുക്കം അങ്ങനെ മാക്സിമം പറഞ്ഞാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു പാർട്ടി ഏതെങ്കിലും ആം ആദ്മി പാർട്ടി പോലത്തെ ഏതെങ്കിലും ഒന്ന് ജയിച്ചു വരും. അതായത് തുടക്കമില്ല. എന്തിന്റെ പ്ലാൻ എനിക്ക് മനസ്സിലായി. പറഞ്ഞ സാധനം എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി. ഇല്ല, നമ്മൾ 2 ദിവസം മുമ്പ് മഞ്ഞുമൽ ബോയ്സ് നോട്ട് സിനിമ കണ്ട അതിലടുത്ത കുഴി വീണ് അവന്റെ കൂട്ടുകാരെല്ലാം അവനെ രക്ഷപ്പെടുത്തിയ അത് റിയൽ സ്റ്റോറിയാണ്. അതല്ലേ സിനിമയാക്കിയത്. അതുകൊണ്ട്
ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് അതുപോലെ തന്നെ പീറ്റർബ്രോ ആണ് സ്ഥലം. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല് നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്? പുതിയതൊക്കെ വന്നോട്ടെ, പെൺകുട്ടികളും കല്യാണം കഴിച്ചവരും ഓരോരുത്തർക്ക് വണ്ടിയുണ്ട്, എല്ലാവർക്കും വണ്ടിയുണ്ട്. കേവാണ്, അതേപോലെ ഒരു ഫോറസ്റ്റ് ഉണ്ട് അവിടെ, കുറെ നടക്കാൻ പറ്റിയോ. വലിയ നാൾ ജൂൺ 15 നല്ല സ്ഥലം അല്ലേ? അവിടെ കുളിക്കാൻ പറ്റും. പിന്നെ കേവ് ഉണ്ട്, ഇതൊരു കേവാണ്. ഈ കേവിലൂടെ നമുക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ അപ്പുറത്തൂടെ ഇങ്ങനെ കയറാൻ പറ്റും. പിന്നെ അവിടെ റിവർ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ട്രക്കിംഗ് ഹൈറ്റിലേക്ക് എനിക്ക് നമ്മള് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റേ ഇതില്ലേനോ, ഒരു ദിവസം രാത്രി പോയിട്ട് ചിക്കൻ ചുട്ടതൊക്കെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതെല്ലാം അടിപൊളി. ബീച്ചല്ല, അങ്ങനത്തെ ഒരു നമുക്കൊരു അന്ന് ന്യാസില്ല അതിനുശേഷം കടപ്പുറത്ത് പോയിട്ട് ബീച്ചിൽ പോയിട്ട് നീ കുക്ക് ചെയ്തല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, പാട്ട് പാടിയാതെ നമുക്കൊരു മെയിൻ ഇനിയിപ്പോ സ്നോ ഒന്നും ഉണ്ടാവില്ലേ അല്ലേ? മെയിനൊക്കെ സമ്മറൊക്കെ അല്ല, തണുപ്പൊന്നും കാണും. ഈ മാസം കഴിഞ്ഞാൽ തീർന്നില്ല. കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ തണുപ്പ് അറിയാം. പുറത്തിറങ്ങാൻ എത്രയാണെന്നറിയാം? 10 കിലോമീറ്റർ, 145 കിലോമീറ്റർ ഈ കേവ് ദൂരം. 1 hour 30 minute ഡ്രൈവ്. ഈ ഒരു ഏപ്രിൽ മാസം കൂടി തണുപ്പുണ്ടാവും അല്ലേ? 15 ദിവസം കൂടി തണുപ്പല്ല, മഞ്ഞ് ഇനി ഉണ്ടാവും. കാറ്റ് ഇനി ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മെയിലൊക്കെ ആയിട്ട് ഒരു അടിപൊളി പരിപാടി സെറ്റ് ചെയ്യാം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുതിയ വരും. വണ്ടിനൊന്നും പ്രശ്നമാക്കട്ടെ, എല്ലാവർക്കും വണ്ടിയുണ്ട്, എല്ലാവരും എത്തും. അബ്ദുവിന് പുതിയ വണ്ടി അല്ല അവിടെ നിന്ന് എടുക്കാൻ പറ്റുമല്ലോ പറഞ്ഞു. അല്ല, നമുക്ക് പോലുള്ള വണ്ടി നമ്മളെത്തുണ്ടല്ലോ അബ്ദുലിന്റെ. ഈ വണ്ടി എടുക്കാൻ വേണ്ടെന്നാണ് ആലോചിക്കുന്നത്. എൻ്റെ വണ്ടിയിൽ കിലോമീറ്റർ ചെയ്യുന്നത് ഞാൻ അവരുടെ വണ്ടി എടുക്കും. പക്ഷെ നിനക്ക് ഇന്ന് വേണമെങ്കിൽ ആ വണ്ടി എടുക്കാറുന്നല്ലേ? നിങ്ങളാരും ഒരിടത്തും പോണില്ല എന്നല്ലേ പറഞ്ഞു. അല്ല, കിലോമീറ്റർ എത്ര കയറി ഇപ്പോ? 98 1 ലക്ഷം ആവുമല്ലേ? എന്തായാലും ആവൂല അടിക്കല്. ആണ്, വണ്ടി ഓടി ആയപ്പോരെ, കാശ് ഉണ്ടാക്കുമ്പോ ആയപ്പോരെ.
ഞാൻ ഊബർ ഓടിയ ഇത്രയും ഓടിയത് ഊബർ ഓടിയല്ലേ, ഞാനിത് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അതെൻ്റെ ചെലവല്ലേ. വണ്ടി മാർക്കറ്റ് വാല്യൂ കുറയുന്നല്ലേ? അത് 1 ലക്ഷം ഓടിയ ഓൾറെഡി മാർക്കറ്റ് വാല്യൂ തന്നെ. 98,000 ഇപ്പൊ 98 407. അപ്പൊ ഈ വണ്ടി കൊടുത്തിട്ട് വേറെ എടുത്താലോ? ഇല്ല, എനിക്ക് ഓൾറെഡി ഇതിന് കുറെ പേ ഉണ്ട്, ഡിപ്രീസിയേഷനാ വണ്ടിക്ക്. ടൊയോട്ട തന്നെ കിട്ടൂല, ഇങ്ങനെ അവിടെ തന്നെ വണ്ടി കിട്ടൂല ഇത് കൊടുത്തിട്ട്. അതൊക്കെ കിട്ടും, കുഴപ്പമില്ല. പക്ഷേ ഇതിന് എനിക്ക് ഇനിയിപ്പോ കാശ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, അതൊരു പ്രശ്നം. ഞാനൊരു കാര്യം ചോദിക്കണം, നീ ഇപ്പോൾ ടൊയോട്ട നിൽക്കണോണ്ടേ അവിടെ നിന്ന് ഒരു വണ്ടി എടുക്കുമ്പോൾ നല്ല റേറ്റ് കിട്ടുമായിരിക്കില്ലേ? അങ്ങനെയല്ല അക്ക, പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ ഓൾറെഡി ഓവയുണ്ട്. അല്ല അതല്ല, ഇത് വണ്ടി കേസ് കിട്ടോ, നിനക്ക് ചുമ്മാ ഒരു പുതിയ വണ്ടി എടുക്കുന്നത് വിചാരിച്ചോ? അത്ര വലിയ നല്ല റേറ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും എന്തെങ്കിലും ഡിസ്കൗണ്ട് കാണാതിരിക്കില്ല. അതെന്റെ മാനേജർ അവർ 1000 1500 എല്ലാം ഡിസ്കൗണ്ട് തരത്തുള്ളൂ. അതിപ്പോ ഏത് അവർക്കായിരുന്നു, അവരും ഒന്നും ഉണ്ടാക്കൂലേ വണ്ടിയിൽ. ഈ പറയുന്ന ഡീലർഷിപ്പുകാരില്ലേ, അവരുണ്ടാക്കുന്നത് 2000 3000 വല്ലതും ആയിരിക്കും. അപ്പൊ അവര് അതിൽ നിന്ന് എനിക്ക് 1500 ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അതിന്റെ നേരത്തുള്ള കേട്ടോ. കേരള പോലീസിന് സീൻ ആവശ്യം. അത് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ തന്നെ കയറിപ്പോട്ടെ. ബാക്കോട്ടേക്ക് ബാക്കോട്ടേക്കെന്നല്ല, ഫ്രണ്ടിലോട്ട് നൈസായിട്ട് വേറെ പമ്പുണ്ടാവൂലേ? അല്ല ആ പമ്പിന് വില വെറുതെ ഇവിടെ ഉണ്ട്. അല്ലല്ല, ഇവിടെ നിന്നായിരിക്കും കയറുന്നത്, ഇവിടെ ഓപ്പണിംഗ് ഉണ്ടാവുമായിരിക്കും. അതിനൊരു ഓപ്പണിംഗ് ശരി. ബാഗ് ഞാൻ പൈസ എടുക്കണം. ചില ബാഗ് എടുത്താൽ ഓട്ടോ പറ്റുമോ? അവിടെ ഉണ്ടാവും, ആണുണ്ടാവും. എത്രയാകുമോ? 40 അടിക്കും. നാട്ടിലെ ലൈസൻസ് ഇവിടെ യൂസ് ചെയ്യല്ലോ. അല്ല ദുബായിൽ ഓടിക്കാൻ പറ്റില്ല, ഇവിടുത്തെ ലൈസൻസ് ദുബായിലുണ്ട്. അത് പറഞ്ഞാല് സൈഡ് ഒന്ന് നോക്കില്ല അവര്, എന്തോ ഒന്ന് പറയണേ. എൻ്റെ ലൈസൻസ് ഉണ്ടോ? അത് അതങ്ങനെ പെൻസിൽവാനിയ യുഎസ് ഓരോ സ്റ്റേറ്റിന് ലൈസൻസ് ഉണ്ടോ? യുഎസ് ഇല്ല എനിക്ക്. ഇനിയിപ്പോ എനിക്ക് ഇന്റർനാഷണൽ ഒന്നും എടുക്കണ്ടല്ലോ. എനിക്ക് ഇന്റർനാഷണല് ഒരു പേപ്പർ കിട്ടും. അത് 6 മാസത്താണോ? 1 വർഷത്തേക്ക്. മനസ്സിലായി, 1 വർഷം ഓടിക്കാൻ പാടുള്ളൂ. 1 വർഷം കഴിഞ്ഞാൽ അതേ പേപ്പർ പിന്നെ ഒന്നും കൂടി എടുക്കാം. ഇതെടുത്ത് കഴിഞ്ഞാൽ ബ്രോ ദുബായി പോയാൽ ചുമ്മാ അങ്ങോട്ട് ഓടിച്ചാൽ ടെസ്റ്റ് ഒന്നും ഇല്ല. ഇതോ കാനഡ ലൈസൻസും ഇത് കാനഡയിലും ഇതിന് പറ്റൂ. ശരിക്കും പറഞ്ഞാൽ ഇത് അവര് ആർട്ടിഒ അല്ല ഇടല്ലേ പിന്നെ ആർട്ടിഒ ഓഫീസിൽ US വർക്ക് ചെയ്യുന്ന ഒരു കോട്ടയത്തുള്ള ഒരു ചേട്ടനാ. അവിടെ ഞാൻ പരിചയപ്പെട്ടു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവര് പറഞ്ഞ് ഇത് നീ അവിടെ വെച്ചോ, ശരിക്കും ഇത് പൊട്ടിച്ച് കളയണോ. അപ്പോൾ ഇതവിടെ നീ വെച്ചോ. നമ്മൾ മലയാളികൾ പരിചയം വകയിൽ ആരോടും പറയാനും വേണ്ട. ഇൻ കേസ് പോലീസൊക്കെ പിടിക്കുമ്പോൾ ഇത് കാണിച്ചു കൊടുക്കുക. US ലൈസൻസ് ഇല്ലെന്ന് അവർക്ക് സിസ്റ്റത്തിൽ നോക്കിയാലാണ് മനസ്സിലാവും എനിക്ക് ഇതുണ്ട് എന്ന്. അപ്പോൾ അവരിത് കയ്യിൽ വെച്ചോണ്ടെന്ന് പ്രശ്നമൊന്നും ഇല്ല. ഞാൻ പൊട്ടിക്കുന്നത് ഇതാണ് വെച്ചോന്ന് പറഞ്ഞുകൊണ്ട് ഇത് തന്നതാണ്. ഞാൻ US പോവല്ലേ. അപ്പോൾ ഇത് ലീഗൽ ഐഡിയ അല്ലേ. അപ്പോൾ രണ്ടിടത്തും 2 ലൈസൻസ് ഇഷ്യൂ ചെയ്ത ലൈസൻസ് അല്ലേ ആണ്. പക്ഷേ ഈ പുള്ളി ഈ സാധനത്തിനെയാണ് ട്രാൻസ്ഫർ ചെയ്ത് അല്ല എടുത്തതാണെങ്കിൽ പോലും. പക്ഷെ ഇത് വെച്ചിട്ട് ഇവിടെ വണ്ടി ഓടിക്കാം. ഇത് കളഞ്ഞാൽ എനിക്ക് US ലൈസൻസ് വെച്ചിട്ട് ഇവിടെ വണ്ടി ഓടിക്കാം. രണ്ടും ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം.
അപ്പൊ ഇത് ഒഴിവാക്കിയിട്ടില്ല പക്ഷേ ഈ ഇതെടുത്ത് യൂഎസ് ലൈസൻസ് ഉണ്ടെങ്കിൽ പക്ഷേ 6 മാസം അങ്ങനെ പറ്റുള്ളൂ വണ്ടി 6 മാസത്തിൽ ഒന്ന് എൻട്രി അടിക്കണം. പോലീസ് പിടിച്ച അപ്പുറത്ത് കാണിച്ചു കൊടുത്താൽ മറ്റേ കാണിക്കണ്ട. ഇവിടെ പോലീസ് അതെ അതെ. ഞാൻ പിന്നെ അതിന് ശേഷം വണ്ടി വിറ്റതിന് ശേഷം വണ്ടി ഓടിച്ചില്ല ഇവിടെ. പക്ഷേ ഞാൻ ഇതേ കാണിക്കും. കാരണം വെച്ചാല് അവർ അഥവാ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതെ അതെ. അങ്ങനെ പ്രശ്നമാവൂല്ലേ ഇവിടെ വെച്ച്? അല്ല അവര് വണ്ടി ഓടിക്കുന്നില്ലല്ലോ. അല്ല അവര് പറഞ്ഞ് രണ്ടും എനിക്ക് കാണിച്ചു കൊടുക്കുക. പക്ഷേ സ്ഥിരമായിട്ട് ഇവിടുന്ന് കാണിച്ചു കൊടുക്കുമ്പോണെങ്കിൽ US ലൈസൻസ് ഇവിടുന്ന് കാണിക്കും. 6 മാസത്തിൽ ഒരിക്കലും എൻട്രി അടിക്കണം. US വന്ന് ബോർഡർ കയറണം. ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. 6 മാസം കൂടുതൽ ഓടിക്കുക. ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 6 മാസം കൂടുതൽ ഇവിടെ വണ്ടി ഓടിക്കുമോ? ഞാൻ ഡിസംബറിലല്ലേ എടുത്തത്. അപ്പോൾ ഈ ജൂലൈ വരെ മൊത്തം 7 മാസമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 7 മാസത്തിനടിക്കാൻ വണ്ടി എടുക്കില്ല എന്നറിയാം. ഞാൻ പറഞ്ഞ ജൂലൈയിൽ നാട്ടിൽ പോവാം, പിന്നെ US തന്നെ വരും. പൈലറ്റ് തന്നെ വെറുതെ പൊട്ടിക്കേണ്ടത് നീയുടെ കയ്യിൽ വെച്ചോ. ഞാൻ RTO ഓഫീസിൽ കയറിയപ്പോൾ ഞെട്ടിപ്പോയി. 5 സ്റ്റാഫുണ്ട്, 5 പേര് മലയാളീസ്, 4 പെണ്ണുങ്ങളും ഒരു ചേട്ടനും. അപ്പോൾ ഇവരെ നല്ല പരിചയപ്പെട്ട് നല്ലൊരു ചേട്ടനാണ്. അപ്പോൾ പിന്നെ കുറേ ഫിലിപ്പിനെ പോലത്തെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഈ അലർജിയുള്ള ജോലിക്ക്. മെയിൻ ഇവരാ. അപ്പോൾ ഒരു ചേച്ചി കണ്ണൂരാ അതിലുള്ള, ഒരാൾ മലപ്പുറം, പിന്നെ ഒരാൾ കോട്ടയം പത്തനംതിട്ട, ഇവർ കോട്ടയറ്റാ തോന്നുന്നു. അപ്പോൾ അവർ വന്ന് വണ്ടിപരമായിട്ടുള്ള എന്ത് ആവശ്യത്തിനും എന്തിനും എന്നെ വിളിച്ചോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തിനും. അപ്പോൾ ഞാൻ ടൊയോട്ടൻ്റെ വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ മറ്റുകളൊക്കെ ഓരോ ചോദിക്കും. ഇവിടെ ഒരു പുതിയ വണ്ടി എടുക്കാൻ പറ്റൂല കാനഡയിൽ? എടുക്കാൻ പറ്റും. പക്ഷേ രജിസ്ട്രേഷൻ മാറ്റണം. രജിസ്ട്രേഷൻ മാറ്റണം. അപ്പോൾ രജിസ്ട്രേഷൻ ഇവിടെ ടെമ്പററി കിട്ടുകയും ചെയ്യും. ടെമ്പററി കിട്ടും. പക്ഷേ എനിക്ക് പഴയ ഒരു നമ്പർ ഉണ്ടല്ലോ. അങ്ങനെയല്ല, ആ നമ്പർ ക്യാൻസൽ ആയിട്ടുണ്ട്. അല്ല അത് പറ്റുമല്ലോ ലൈസൻസ്. ഫ്ലൈറ്റ് വന്നു വണ്ടി എടുക്കണമെങ്കിൽ ഇവിടുത്തെ ലൈസൻസ് വേണോ? നിർബന്ധമൊന്നും. US ലൈസൻസ് കൊണ്ട് വണ്ടി കിട്ടും. പക്ഷെ അങ്ങനെയാണെങ്കിൽ സീനാവും. അങ്ങനെ കള്ളത്തരം കാണിച്ച് വെച്ച് കള്ളത്തരമല്ല. വണ്ടി എടുത്തോണ്ട് അവിടെ പോണെന്ന് പറഞ്ഞാൽ അവിടെ പോട്ടെ, ഇവിടെ തന്നെ നിൽക്കണം. ഈ ജോർപ്പ അങ്ങനെ പോണില്ല. എന്റെ പോലീസിന് ജോറിന് അടിച്ചു നോക്കിയാല് ഇവിടുത്തെ ലൈസൻസ് അവിടുത്തെ കൺവേർട്ട് ചെയ്ത് കാണിക്കും സിസ്റ്റത്തില്. ഇപ്പൊ ഞാൻ ഈ പറയാൻ കാര്യം അറിയാമോ? ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഇപ്പൊ എനിക്കിപ്പോ അബ്ദു ഇവിടെ നിൽക്കുക, അബ്ദുവിന് ചുമ്മാ ഒരു US ലൈസൻസ് ഒഴുകിയിട്ട് എടുത്തു വെക്കാൻ പറ്റില്ല. അബ്ദുവിന് ലൈസൻസ് അവിടുത്തെ എടുക്കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വിസിറ്റിംഗ് വിസയിലെ ലൈസൻസ് കൊടുക്കൂല. അപ്രൂവ്ഡ് വിസ വേണം. H1 H4 ഗ്രീൻ കാർഡ് വേണം. അല്ലാണ്ട് ഈ വിസിറ്റിംഗ് വിസയിലുള്ളവർക്ക് പോയിട്ട് US ലൈസൻസ് എടുക്കാൻ പറ്റൂല. ലൈസൻസ് എടുക്കണേ. വേറെ കാര്യം പറയട്ടെ. എനിക്ക് ഇന്ത്യയുടെ ലൈസൻസ് ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലായി. RTOയിൽ പോയി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ട്. 6 മാസം 2007 അത് നീ ദുബായി പോയി കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെയുള്ള അബ്ദുവിൻ്റെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. നീ എന്താ അവിടുത്തെ വിമോചനില്ലേ, അതായത് വണ്ടി ഹയർ ചെയ്യണം. റെന്റ് കാർ എടുത്തിട്ട് നിനക്ക് ഓടിക്കാം. നമുക്കായാലും വണ്ടി ഇപ്പം ദുബായിലോ പോയാലും വണ്ടി എടുത്ത് ഓടിക്കാൻ പറ്റും. കാനഡ ലൈസൻസ് അത് 6 മാസത്തിന് RTO ഇഷ്യൂ ചെയ്ത് നമ്മുടെ കാനഡ ഇവിടത്തേലും ഇവിടെ എല്ലാ കൺട്രിയിലും US 6 മാസമാണെങ്കിൽ എല്ലാ കൺട്രിയും സെയിം തന്നെയാണ്. ഫ്ലൈറ്റ് അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ 6 മാസം കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ആക്കുകയല്ലേ ഇവര്? പിന്നെ നമുക്ക് RTO പോയി കഴിഞ്ഞാൽ നമുക്ക് അതേ ഇത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷേ US ലൈസൻസ് കിട്ടേണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസ വേണം. അവിടെ നമ്മളെ പാസ്പോർട്ട് എത്ര വാലിഡിറ്റി, US ലൈസൻസ് 2 വർഷത്തേക്കാണ് അടിച്ചു കൊടുക്കും. അപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ RTO ഓഫീസിലോ അല്ലെ ഓൺലൈനിലോ പുതുക്കണം. പിന്നെ 2 വർഷത്തേക്ക് കിട്ടും. എല്ലാം 2 വർഷം ഇങ്ങനെ പുതുക്കണം. ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ള സിസ്റ്റം അല്ല, അത് ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് ഒന്നും എടുക്കാതെ ഏത് കൺട്രിയിലും എങ്ങനെ വണ്ടി ഓടിക്കും. അത് ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് US നേരെ ചേഞ്ച് കൊടുക്കും. ഒരു കാർഡ് വെച്ചിട്ട് ലോകം മൊത്തം വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വിസയുടെ കാര്യത്തിൽ നമുക്ക് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. വിസ എന്തുകൊണ്ട് എല്ലാ കൺട്രിക്കും വിസ വന്നു എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ കൺട്രിക്കും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വിസ വെച്ചാൽ പോരാ. അതിന് ഓരോ പർട്ടിക്കുലർ ഇങ്ങനെ എന്ന് വെക്കണം നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ വേറൊരു കാര്യം, ഓരോ കൺട്രിക്കും ഓൺ അറൈവലിന് വിസ കൊടുത്താൽ അങ്ങനെ ഒരു കൺട്രിക്ക് എടുത്തുകൂടെ? എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? ഈ ഇത്രയും വെയിറ്റ് ടൈം കുറയ്ക്കാമല്ലോ എന്നാലോചിച്ചു. അതെന്താന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇവിടെ കയറിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഈ ഓൺ അറൈവലിന് വിസ വരുന്നവർക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ പേയ്മെന്റ് മേടിക്കും. സാരമില്ല,
അങ്ങനെ എക്സ്ട്രാ പേയ്മെന്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോരം ആ ടൈം കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇപ്പോൾ ഇവിടേക്ക് ഓൺ അറൈവൽ വിസ ഉണ്ട് ഇന്ത്യക്കാരൻ കൊണ്ട് കയറി വരും വരട്ടെ, അത് ശരി തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിന് മുന്നേ തന്നെ ഒരു സ്ക്രീനിങ് പ്രോസസ്സ് കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കാശ് എക്സ്ട്രാ കൊടുക്കുന്നത്, ആ എക്സ്ട്രാ കൊടുക്കുന്നതിന് ഇനിഷ്യലി ഒരു സ്ക്രീനിങ് പ്രോസസ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല, ഓൺ അറൈവൽ നിങ്ങൾക്ക് കിട്ടത്തില്ല, ചെയ്താൽ പോരെ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഇപ്പോൾ കനേഡിയനുള്ള സ്ഥലത്ത് നമ്മൾ US കൊടുക്കുമ്പോൾ വലിയ അതാകുമ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ഡോക്യുമെന്റ്സ് ഇല്ലേ, അത് അവരുടെ അടുത്ത് അത്രയും നാളെ വെയിറ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതൊരു ടൈം ഗ്യാപ്പ് വരുന്നില്ലേ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇനിഷ്യലി ഒരു സമയം കുറേ വ്യത്യാസം വരുന്നുണ്ടല്ലോ, അതിനെ നമുക്ക് കട്ട് ചെയ്തുകൂടെ എന്നുള്ള രീതിക്ക് ഉദ്ദേശിച്ചത്. അതുപോലെ ഈ വിസ സിസ്റ്റം എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകം ഒരൊറ്റ ഗവൺമെന്റ് രണ്ടല്ലാതെ നല്ല രസമായിരിക്കും. കേട്ടതാണ്, അറിയില്ല. അങ്ങനെ ഒരു ഇതുണ്ടാവൂല, ബൗണ്ടറീസ് മാത്രമല്ല, ഇപ്പം വേറെ കൺട്രി ഉള്ളതുകൊണ്ടാണ് ഡിഫറൻസസ് വരുന്നത്, വേറെ ഗവൺമെന്റ് ഉള്ളതുകൊണ്ടാണ് അതിന് വാല്യൂ വരുന്നത്. ഒരു ഗവൺമെന്റ് ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു വാല്യൂ ഉണ്ടാവില്ല, ഒരു പ്യുവർ എൻറ്റിറ്റി മാത്രമായിരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, അവരുടെ തീരുമാനം മാത്രമായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നല്ലതുണ്ടാവും, കുറേ കാര്യങ്ങൾ ചീത്ത. ഈ പണ്ട് ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിയപ്പോഴേ പണ്ടൊക്കെ അങ്ങനെയല്ലേ, ഇപ്പോൾ ബാബറിന്റെ കാലം, ചെങ്കിസ് ഖാൻ, അങ്ങനത്തെ ലീഡറുണ്ട് ലോകം ഭരിച്ചു. ഇവിടെ ഒരു യുദ്ധം അല്ല, ഈ ഒരു രാജ്യത്ത് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്ക കാനഡയെ സപ്പോർട്ട് ചെയ്യൂലേ? പിന്നെ അമേരിക്ക എപ്പോഴും കാരണം എന്താ അറിയോ, കാനഡ പിടിച്ചടക്കി കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിലേക്ക് മിസൈൽ ഇടാൻ എളുപ്പല്ലേ, അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യൂലേ. എങ്ങനെ കളി എന്താണെന്നറിയോ, എങ്ങനെ കാനഡ അമേരിക്കന്റെ മെയിൻ ധൈര്യം എന്താണെന്നറിയോ, അവിടുന്ന് ഇപ്പോൾ നോർത്ത് കൊറിയയിൽ നിന്ന് ഇങ്ങോട്ട് മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ഇവിടെ